നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ഇന്ന് ജൂലൈ 8, 2025 ചൊവ്വാഴ്ച ദിനം. കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനം 24, തൃക്കേട്ട നക്ഷത്രം. ഇന്നത്തെ രാഹുകാലം വൈകുന്നേരം 3 മണി മുതൽ 4:30 വരെയാണ്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. കോന്നി പാറമട അപകടത്തിൽ രക്ഷാദൌത്യം ഇന്നും തുടരും. ബീഹാർ സ്വദേശിക്കായി തിരച്ചിൽ. ദൌത്യത്തിന് NDRF സംഘവും. അടിയന്തര റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ 100 കടന്നു മരണം. കണ്ടെത്താനുള്ളത് 24 പേരെ. തെരച്ചിൽ ഊർജിതം. ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. പ്രധാനമന്ത്രിയുടെ പഞ്ചരാഷ്ട്ര സന്ദർശനം തുടരുന്നു. നരേന്ദ്രമോദിക്ക് ബ്രസീലിൽ ഊഷ്മള വരവേൽപ്പ്. ബ്രസീൽ പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച. ബ്രസീലിലെ ഭാരതീയ പൗരന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. കംബോഡിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. 5 തെങ്ങ് സ്വദേശികൾ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി. റിക്രൂട്ടിംഗ് കമ്പനിക്കെതിരെ കുടുംബം. 2.5 ലക്ഷം രൂപ ഏജൻസിക്ക് നൽകിയതായി പരാതി. ജനം എക്സ്ക്ലൂസീവ്. ചേലാകർമ്മം ഇസ്ലാമികമല്ലെന്ന് ബാലാവകാശ കമ്മീഷന് പരാതി. സതി പോലെ ചേലാകർമ്മവും നിർത്തലാക്കണം. തെളിവുകൾ സഹിതം പരാതിയുമായി അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി. കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം നിർണായകം. സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. സമരം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ. കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നതടക്കം ആവശ്യങ്ങൾ. കേരള രജിസ്ട്രാറിനെതിരെ നടപടി കടുപ്പിക്കാൻ രാജ്ഭവൻ. ചുമതലയിൽ നിന്ന് നീക്കാൻ ആലോചന. സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനും സാധ്യത. സ്കൂൾ പാഠപുസ്തകത്തിലെ രാഷ്ട്രീയ കളിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ABVP. സർക്കാർ ഇംഗിതത്തിനനുസരിച്ചാകരുതെന്ന് ആരോപണം. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമെന്നും വിമർശനം. നിപ്പ ജാഗ്രതയിൽ സംസ്ഥാനം. പാലക്കാട്ട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരം. സമ്പർക്ക പട്ടികയിലുള്ള ആൾക്കായി അന്വേഷണം. വിശദമായ വാർത്തകൾ നോക്കാം. മുസ്ലിം സമുദായത്തിൽ മതാചാരപ്രകാരമെന്ന ധാരണയിൽ നടക്കുന്ന ചേലാകർമ്മം ഇസ്ലാമികമല്ലെന്നും ബാലാവകാശ ലംഘനമാണെന്ന പരാതിയിൽ ചൈൽഡ് ലൈൻ കമ്മീഷൻ നടപടിയെടുത്തില്ലെന്ന് പരാതി. ബാലുശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലിയാണ് തെളിവുകൾ സഹിതം ചൈൽഡ് ലൈൻ കമ്മീഷന് പരാതി നൽകിയത്. സുന്നി, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി മതസംഘടനകളെ എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് പരാതി. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചതെന്നാണ്. അപ്പോൾ ആ ദൈവ സൃഷ്ടിക്ക് ഒരു കോട്ടം വരുത്തുക, ഒരു തിരിച്ചറിവ് ഇല്ലാത്ത കാലത്ത് തന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. കേരള സ്റ്റേറ്റ് ചൈൽഡ് ലൈൻ കമ്മീഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു കംപ്ലൈൻറ്റ് സമർപ്പിച്ചിരുന്നു. പക്ഷേ അവരത് യാതൊന്നും മുഖവിലക്കെടുക്കാതെ വളരെ സിമ്പിളായിട്ട് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ മതത്തിൽ തന്നെ പറയുന്നത്
പിന്നെ ഒരു പ്രവാചകൻ 80-ാമത്തെ വയസ്സിലാണ് ഈ ഒരു ചേലാകർമ്മം ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലും 80 വേണ്ട, ഈ കുട്ടിക്ക് ഒരു പ്രായപൂർത്തിയാവുന്ന കാലം വരെ 18 വയസ്സിന് ശേഷം വേണമെങ്കിൽ ഈ കുട്ടി അത് ചെയ്യട്ടെ എന്നുള്ളതല്ലാതെ മറ്റേ ഇപ്പം ചെയ്യുന്ന ഈ കാര്യങ്ങൾ മതപരമല്ല, തീർത്തും ഖുർആൻ വിരുദ്ധമാണ്. പിന്നെ മതപരമായ യാതൊരു അടിസ്ഥാനവും അത് കാണാൻ സാധിക്കുകയില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, 2 മാസം പ്രായമുള്ള കുഞ്ഞാണ് ചേലാകർമ്മത്തിനിടെ മരണപ്പെട്ടത്. നിരവധി വിമർശനങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഇത് മതാചാരപ്രകാരം എന്ന ധാരണയിൽ നടക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണെന്നും എന്നാൽ ഇത് ഇസ്ലാമികമല്ല എന്നുമുള്ള വിമർശനങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഇതിനെതിരെ പരാതി നൽകിയിരിക്കുകയാണല്ലോ അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലി. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് തെളിവുകൾ സഹിതം ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? രോഹിണി, കൃത്യമായി തന്നെ ഈ കാക്കൂരിൽ ഒരു 2 വയസ്സായി മാത്രം പ്രായമായിട്ടുള്ള ഒരു ആൺകുഞ്ഞ് മരിക്കുന്ന സംഭവമാണ് ഈയിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതും ചേലാകർമ്മത്തിനിടെ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇടുക്കിയിലും ഇതേ രീതിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടി ഇതേ ചേലാകർമ്മത്തിന്റെ ഭാഗമായി മരണപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉള്ളപ്പോഴാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഈ അബ്ദുള്ള ഷഫീഖ് അലി ഒരു പരാതി, ഈ സംഭവങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി ചൈൽഡ് ലൈനിന് നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ കൃത്യവും വ്യക്തവുമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇസ്ലാം മതാചാര പ്രകാരമുള്ള ഒരു ആചാരമാണ് ചേലാകർമ്മം എന്നാണ് ഈ വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം ഇസ്ലാം മതഗ്രന്ഥമായ ഖുറാനിൽ അങ്ങനെയൊരു കാര്യം പറയുന്നില്ല എന്നാണ് ഈ ഷഫീഖ് അലി ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഖുറാനിൽ മനുഷ്യ സൃഷ്ടിയെ പറ്റി പ്രതിപാദിക്കുന്നത് മനുഷ്യനെ ഏറ്റവും നല്ല രൂപത്തിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. അങ്ങനെ ഖുറാൻ എന്ന് പറയുന്ന ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ സൃഷ്ടിയിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു നീക്കം അത് മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് തികച്ചും ഖുറാൻ വിരുദ്ധമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനിലെ ഈ വാക്കുകൾ കൃത്യമായി ആ പരാതിയോട് ഒപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ചൈൽഡ് ലൈൻ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് ഇദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. ഈ ഷഫീഖ് അലി പരാതി നൽകിയിരുന്നത് മാത്രമല്ല, ഇത് ഒരിക്കലും ഇത്തരത്തിൽ ഇത് ഇസ്ലാമികമാണ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചാരം കൊടുക്കുന്നതിന് പിന്നിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് തുടങ്ങിയിട്ടുള്ള സംഘടനകളാണ്. ഈ സംഘടനകളെ എതിർകക്ഷികളാക്കി വെച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു പ്രവാചകൻ, അതായത് ആ പ്രവാചകൻ തന്റെ 80-ാമത്തെ വയസ്സിലാണ് ചേലാകർമ്മം നടത്തിയിരിക്കുന്നത് എന്ന കാര്യം ഖുറാനിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒന്നും ജനിച്ച ഉടനുള്ള കുട്ടികൾ, അതായത് വെറും 2 മാസവും 15 ദിവസവും ഒക്കെ ആയിട്ടുള്ള കുട്ടികളിൽ ഇത്തരത്തിൽ ചേലാകർമ്മം നടത്തുക? മാത്രമല്ല ഈ കർമ്മങ്ങളൊക്കെ തന്നെ നടത്തിക്കോട്ടെ, അത് 15 വയസ്സ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം നടത്തേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ അത് ബാലാവകാശ ലംഘനമാണ് എന്നാണ് ഇയാൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ അബ്ദുള്ള ഷഫീഖ് അലി പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നീണ്ട കാര്യങ്ങൾ, 1ഉം 2ഉമല്ല, അക്കമിട്ട് നിരത്തിക്കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ തെളിവ് സഹിതം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബാലാവകാശ കമ്മീഷൻ അടക്കം ഈ അബ്ദുള്ള ഷഫീഖ് അലി പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പരാതിക്ക് കിട്ടിയ മറുപടിയാണ് ഏറെ വിചിത്രമായി തോന്നുന്നത്. ഇതിലൊരു നടപടിയും എടുക്കാൻ സാധിക്കില്ല, കൃത്യമായ ഒരു ഉത്തരവും ഇത്തരത്തിൽ വേണ്ടപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ അബ്ദുള്ള ഷഫീഖ് അലി പറയുന്നത്. അതായത് ഈ രീതിയിൽ പരാതി താൻ നൽകി, കൃത്യമായി അറിയിക്കേണ്ടവരെ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു. മാത്രമല്ല സമീപകാലങ്ങളിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. കൃത്യമായി പരാതിക്ക് മേൽ ഒരു നടപടിയും ഈ കാലഘട്ടമായിട്ട് പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ചൈൽഡ് ലൈനിന്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് അബ്ദുള്ള ഷഫീഖ് അലി പറയുന്നത്. എന്തായാലും ഇത്തരം പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ, അതായത് ഇതിൽ കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അബ്ദുള്ള ഷഫീഖ് അലിയുടെ ഉറച്ച തീരുമാനം.
ശരി അനഘ, അതോടൊപ്പം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദ വിവരങ്ങളും ആന്തരിക അവയവങ്ങളുടെ റിപ്പോർട്ടുമൊക്കെ ഇനി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. ഒരുപക്ഷെ അതിനുശേഷമാകുമോ പോലീസ് അന്വേഷണം ഊർജിതമാക്കുക? കാരണം മരണശേഷം ആശുപത്രി അധികൃതർ തങ്ങളുടെ തെറ്റല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു സമീപനം കൂടി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരുന്നത് എത്രത്തോളം നിർണായകമാണ് ഈ കാര്യത്തിൽ? തീർച്ചയായും രോഹിണി, കൃത്യമായി തന്നെ ഈ കാക്കൂരിൽ മരിച്ച 2 വയസ്സ് മാത്രം പ്രായമുള്ള ആ ആൺകുഞ്ഞിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കൃത്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണമായിരുന്നു. ഇന്നലെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി എന്താണ് മരണകാരണം എന്നതിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ ഈ ഡോക്ടർക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. ഈ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് കുഞ്ഞിന് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ മരണം ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇത് നമുക്കറിയാം, കൃത്യമായി തന്നെ കാക്കൂരിലെ കോപ്പറേറ്റീവ് ക്ലിനിക്കിന് നേരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ജനിച്ച് വെറും 2 മാസം മാത്രം പ്രായമായിട്ടുള്ള ഒരു ആൺകുഞ്ഞിനെയാണ് ചേലാകർമ്മത്തിനായി ഈ ക്ലിനിക്കിലേക്ക് എത്തിച്ചത്. ആ ക്ലിനിക്കിൽ നിന്ന് അനസ്തേഷ്യയും മരുന്നും കുത്തിവെച്ചപ്പോഴാണ് പിന്നീട് കുട്ടിയിൽ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും കോഴിക്കോട്ടെ മറ്റൊരു പ്രമുഖ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ കുഞ്ഞ് മരണപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഈ കുടുംബം ഏറ്റവും ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ കാക്കൂരിലെ സ്വകാര്യ ആ ക്ലിനിക്കിനെതിരെയായിരുന്നു. പക്ഷേ ആ ക്ലിനിക്കിലെ അധികൃതർ ഇത് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ ഭരണസമിതിയിലുള്ള ക്ലിനിക്ക് കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ക്ലിനിക് അധികൃതർ തങ്ങളുടെ ഭാഗത്ത് പിഴവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് കൃത്യമായി തന്നെ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തണമെങ്കിൽ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം പുറത്തു വരണം എന്നതാണ്. എന്തായാലും ഈ സംഭവങ്ങളോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഇതേ സമാനമായ സംഭവം ഇടുക്കിയിലും ഉണ്ടായിരുന്നു. ചേലാകർമ്മത്തിനിടെ വെറും 1 മാസം മാത്രം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞ് ഇത്തരത്തിൽ മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാക്കൂരിൽ ഇന്നലെ സംഭവിച്ചിരിക്കുന്ന ഈ വാർത്ത. എന്തായാലും ഈ കുഞ്ഞിന്റെ ആന്തരിക രാസ പരിശോധനാ ഫലം പുറത്തു വരണം. അത് പുറത്തു വന്നാൽ മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്നതിനെ കുറിച്ച് കൃത്യമായൊരു വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമായിരിക്കും പോലീസിന്റെ അന്വേഷണമൊക്കെ കൃത്യമായി നടക്കൂ. രോഹിണി. അതെ, ശരി അനഘ. മുസ്ലിം സമുദായത്തിൽ മതാചാരപ്രകാരം എന്ന ധാരണയിൽ നടക്കുന്ന ഇത്തരം ചേലാകർമ്മങ്ങൾ ഇസ്ലാമികമല്ലെന്നും ബാലാവകാശ ലംഘനമാണ് എന്നുമുള്ള പരാതിയാണ് ചൈൽഡ് ലൈൻ കമ്മീഷന് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ പരാതിയിൽ കമ്മീഷൻ നടപടിയെടുത്തില്ല എന്നുള്ള പരാതി കൂടി വരികയാണ്. ബാലുശ്ശേരി സ്വദേശിയായ അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖ് അലിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. തെളിവ് സഹിതം തന്നെയാണ് ചൈൽഡ് ലൈൻ കമ്മീഷന് പരാതി നൽകിയത്. പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനഘ ഹർഷനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ കോന്നി പാറമട അപകടത്തിന്റെ വാർത്തയിലേക്കാണ് പോകുന്നത്. എന്തായാലും ആ അപകടത്തിൽ ഇനി കണ്ടെത്താനുള്ള ബീഹാർ സ്വദേശിക്കായി തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. അപകട സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരത്തോടെ വീണ്ടും മലയിടിച്ചിലുണ്ടായതാണ് രക്ഷാ ദൗത്യം നിർത്താനുള്ള കാരണം. ഫയർഫോഴ്സ് സംഘത്തിന് പുറമെ 27 അംഗ NDRF സംഘവും രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകും. അതേസമയം ക്വാറി ഖനനത്തിന്റെ അളവടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പിനോട് ആവശ്യപ്പെട്ടു. മനോജ് ചേരുന്നു. മനോജ്, ഇന്ന് കാണാതായ ബീഹാർ സ്വദേശിക്കായി പാറമടയിൽ തിരച്ചിൽ നടത്തും എന്ന് പറയുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോഴും പ്രതികൂലമായി നിൽക്കുന്നത്? ഇപ്പോഴും അവിടെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ ഉണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തിനിടെയുള്ള ഈ പാറക്കഷ്ണങ്ങൾ ഇളകി വീഴുന്നത്, അതായത് കഴിഞ്ഞ ദിവസം തന്നെ 2 തവണയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഈ പാറകൾ ഇളകി വീണത്. അത്തരത്തിലുള്ള ഒരു ദുർഘടം പിടിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ആദ്യം മൃതദേഹം കണ്ടെത്തിയിരുന്നു. പിന്നീട് ആ മൃതദേഹം അവിടെ നിന്നും മാറ്റുന്നതിനായി അത് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ടിരുന്നു. എന്തായാലും NDRF സംഘവും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും സംയുക്തമായാണ് ഈ ഒരു തിരച്ചിലൊക്കെ നടത്തുന്നത്. ഇന്ന് മറ്റൊരാളുടെ
ആളെ കൂടെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 3 മണിയോടെ, അതായത് 2 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം നടന്നത്. ഈ കിറ്റാച്ചി ഓപ്പറേറ്ററും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളും ഇവരൊക്കെ തന്നെ ആ കിറ്റാച്ചിയുടെ സമീപത്തുണ്ടായിരുന്നു. ആ കിറ്റാച്ചിയുടെ ക്യാബിനുള്ളിലായിരിക്കാം ഇനിയൊരു ആൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അതിന് മുകളിലേക്കാണ് ഈ പാറ കഷ്ണങ്ങളൊക്കെ വീണത്. അതായത് ഈ പാറക്കല്ലുകൾ കൂറ്റൻ പാറക്കല്ലുകളാണ് ഈ മുകളിൽ നിന്നും അടർന്ന് വീഴുന്നത്. അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ തവണയും. അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാദൗത്യം ദുഷ്കരമാകുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയതാണ്. ഇന്ന് രാവിലെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. 27 അംഗ NDRF സംഘവുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാറമടയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നത് കൃത്യമായുള്ള അനുമതി ഇല്ലാതെയാണ് ഈ പാറമട പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രതിഷേധം ഉയർത്തിയിരുന്നു. എന്നാൽ പ്രാഥമികമായുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മറ്റ് രീതിയിലുള്ള, അതായത് ജിയോളജി വകുപ്പിൻ്റെ അടക്കം പരിശോധന ഉണ്ടാകും. എത്തരത്തിലാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്നത്, നിയമപരമായാണോ അല്ലെങ്കിൽ ഈ അളവുകളൊക്കെ, അതായത് ഈ പാറ പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ തന്നെ കൃത്യമായ പരിശോധന അത് നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് നടത്തി ജിയോളജി വകുപ്പുകൾക്കും റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും ഇന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം, അതായത് ഈ തിരച്ചിൽ അങ്ങനെ തുടരുന്നുണ്ട്. രാവിലെ തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും NDRF സംഘവും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ക്വാറിയുടെ പ്രവേശന കവാടത്തിനരികെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വരുമ്പോൾ അവരെയാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്കും അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന് ഈ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അപകടമുണ്ടായ ഒരു സാഹചര്യം, അതായത് ഈ മുകളിൽ നിന്നും ഈ പാറക്കഷ്ണങ്ങൾ ഇളകി വീണ കിറ്റാജി പൂർണ്ണമായും തകർന്ന ഒരു നിലയിലാണ്. അപ്പോൾ അതിനുള്ളിലായിരിക്കണം ഇത്തരത്തിൽ ഒരാൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്, ആ പരിശോധന തന്നെയാണ് ഇന്ന് നടക്കുക. അതായത് പാറമടയിൽ ഈ വഴിവെട്ടി തെളിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തൊഴിലാളികൾ എന്നുള്ള കാര്യമാണ് അറിഞ്ഞത്. ഇതിനിടയിലാണ് ഇതിന് മുകളിലേക്ക് ഈ പാറക്കഷ്ണങ്ങൾ വന്ന് വീണത്. അതായത് കിറ്റാച്ചി നിൽക്കുന്ന സ്ഥലം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുകളിൽ പാറ അടർന്നു വീണ്, അതായത് മുകൾ തട്ട് മുഴുവൻ തട്ടുകളായാണ് ഈ ഒരു പാറ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകൾ തട്ടിൽ നിന്നും ഇളകി വീഴാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും അത്തരത്തിൽ പാറകൾ ഇളകി വീഴുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ അടക്കം സംസാരിക്കുന്നതിനിടയിൽ വലിയ ശബ്ദത്തോടുകൂടി ഈ പാറകഷ്ണങ്ങൾ ഇളകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ അത്തരത്തിലൊരു പ്രശ്നം ഈ സ്ഥലത്ത് നിലനിൽക്കുന്നതാണ്. ഇനിയും മനോജ്, ഒരുപക്ഷെ അത്തരത്തിലൊരു വലിയ പ്രതികൂല സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണോ ഈ ഫയർഫോഴ്സ് സംഘത്തിന് പുറമെ 27 അംഗ NDRF സംഘവും കൂടി രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ഇന്ന് എത്തിച്ചേരുന്നത്? തീർച്ചയായും അതുതന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഈ ഫയർഫോഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ, അതായത് ഈ അപകട മേഖല ആയതുകൊണ്ട് തന്നെ NDRF സംഘം കൂടെ, ഈ 27 അംഗ NDRF സംഘം കൂടെ എത്തും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ മറ്റ് നടപടികളെല്ലാം നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇന്ന് ഈ തിരച്ചിൽ നടത്തുമ്പോൾ എത്രയും വേഗം ഈ തിരച്ചിലിലൂടെ മറ്റൊരാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരാളുടെ മൃതദേഹം കിട്ടിയിരുന്നു. അതും ഈ പാറക്കല്ലുകൾക്കിടയിൽ നിന്നാണ്. ഇന്നും നടക്കുന്ന തിരച്ചിലിൽ ഈ കിറ്റാജി അടക്കം, അതായത് കിറ്റാജി പൂർണ്ണമായും തകർന്ന ഒരു നിലയിലാണുള്ളത്. അപ്പോൾ അതിന് മുകളിലെ പാറക്കഷ്ണങ്ങൾ മാറ്റിയ ശേഷമാണ് ഈ കിറ്റാജിക്കുള്ളിൽ ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ടെത്താൻ സാധിക്കുക. അത് തന്നെ വലിയൊരു, അതായത് ഈ സമയത്ത് മുകളിൽ നിന്നും ഈ പാറക്കഷ്ണങ്ങൾ ഇളകി വീഴുന്നതാണ് വലിയ ഭീഷണിയായി നിൽക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിലാണ് NDRFൻ്റെ കൃത്യമായിട്ടുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവരൊക്കെ തന്നെ ഈ പരിശോധന, അതായത് വയനാട് ഉൾപ്പെടെ നമുക്കറിയാം, അവിടെയൊക്കെ തന്നെ ഈ NDRFൻ്റെ സാന്നിധ്യം വളരെയധികം ദുഷ്കരമായിട്ടുള്ള മേഖലയിലും
അവരൊക്കെ ഈ തെരച്ചിൽ നടത്താനും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ സജീവമായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നും ഈ ഒരു സ്ഥലത്ത് അത്തരത്തിലുള്ള അപകട ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായിട്ടുള്ള മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ, അതായത് സുരക്ഷാ കരുതലോടുകൂടി തന്നെ ഈ ഒരു തിരച്ചിൽ നടത്താൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിലിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി മനോജ്. പത്തനംതിട്ട കോന്നി പാറമട അപകടത്തിൽ ഇനി കണ്ടെത്താനുള്ള ബീഹാർ സ്വദേശിക്കായി തിരച്ചിൽ പുനരാരംഭിക്കും. അല്പസമയത്തിനകം തന്നെ അപകട സ്ഥലത്ത് ഇന്നലെ വൈകുന്നേരത്തോടെ വീണ്ടും മലയിടിച്ചിൽ ഉണ്ടായതാണ് രക്ഷാദൌത്യം നിർത്താനുള്ള കാരണം. ഫയർഫോഴ്സ് സംഘത്തിന് പുറമെ 27 അംഗ NDRF സംഘവും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകുകയാണ്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. കൺസെഷൻ വർധനയടക്കം നിരവധി ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. വടക്കൻ ജില്ലകളിൽ ഏറെക്കുറെ പണിമുടക്ക് സമ്പൂർണ്ണമാണ്. മലബാർ മേഖലയിൽ ഒറ്റ സ്വകാര്യ ബസ് പോലും നിരത്തിലിറങ്ങിയിട്ടില്ല. പണിമുടക്കിൽ ജനങ്ങൾ വലയുന്നു. അതേസമയം തിരുവനന്തപുരത്ത് ജനജീവിതത്തെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് കോഴിക്കോട് നിന്നും കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും. ആദ്യം നമുക്ക് കോഴിക്കോടേക്ക് പോകാം. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, സ്വകാര്യ ബസ് പണിമുടക്ക് വലിയ രീതിയിൽ തന്നെ വടക്കൻ കേരളത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിണി, വടക്കൻ കേരളത്തെ സംബന്ധിച്ച് സ്വകാര്യ ബസ് പണിമുടക്ക് കാര്യമായി തന്നെ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ സമയമൊക്കെ തന്നെ നിറയെ ആളുകളും ബസ് സർവീസും സ്വകാര്യ ബസ് മത്സരയോട്ടം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ സമയത്ത് പോലും ഇവിടെ ബസ് നിരനിരയായി നിർത്തിയിട്ടിരിക്കുകയാണ്. ഒരു ബസ് പോലും ഈ സമയമായിട്ട് പോലും ഒരു സ്വകാര്യ ബസ് പോലും ഈ സമയത്ത് പോലും സർവീസ് നടത്തിയിട്ടില്ല എന്നതാണ്. അതായത് കൃത്യമായി തന്നെ പറയാൻ കഴിയും ഈ സ്വകാര്യ ബസ് സമരം അത് സമ്പൂർണ്ണമാണ്. ഈ മലബാർ മേഖലയെ സംബന്ധിച്ച് നമുക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് മലബാർ മേഖല. മാത്രമല്ല ഈ ഇവിടെ നിന്ന് ഉൾപ്രദേശത്തേക്കൊക്കെ തന്നെ മീഞ്ചന്ത അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. KSRTC പോലുള്ള ബസ്സുകളൊന്നും തന്നെ അവിടെ സർവീസ് നടത്തുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ആളുകൾ നേരത്തെയൊക്കെ തന്നെ ഇവിടെ നിരനിരയായി വന്നിരുന്നു. പക്ഷേ അവർക്കൊക്കെ തന്നെ ടാക്സി അല്ലെങ്കിൽ മറ്റ് ഓട്ടോ ഒക്കെ വിളിച്ച് തങ്ങളുടെ സ്ഥലത്തേക്ക് എത്തേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. KSRTC ആ ഭാഗത്തേക്കൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നതാണ്. എന്തായാലും ഈ നേരത്തെ ഈ ഇത്തരത്തിൽ ഇന്ന് ബസ് പണിമുടക്ക് ഉണ്ട് എന്ന് അറിയാതെ ആളുകൾ ഈ ഭാഗത്തേക്കൊക്കെ തന്നെ എത്തിയിരുന്നു. അവരൊക്കെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ അടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന സമയത്താണ് പലർക്കും ഇന്ന് ബസ് സമരമാണ് എന്ന കാര്യമൊക്കെ തന്നെ അറിയുന്നത്. നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആളുകളെ കാണാൻ സാധിക്കും. ഇവരൊക്കെ തന്നെ പല ഭാഗത്തേക്ക് പോകാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ വലിയ രീതിയിൽ വലയുന്നൊരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ഇവർ ഏറ്റവും ചേച്ചി എവിടേക്ക് പോകാനാണ് നിങ്ങൾ? ഞങ്ങൾ ചിത്ര മെസ് ബസ് സമരമുള്ളത് അറിഞ്ഞിരുന്നോ? ഇന്നലെ അറിഞ്ഞു. ആണോ? എങ്ങനെയാ ഇപ്പൊ അങ്ങോട്ട് പോവാ? KSRTC. അത് തന്നെയാണ് രോഹിണി. അതായത് KSRTC ബസ് മാത്രമാണ് ഈ പണിമുടക്കിനെ സംബന്ധിച്ച് ആളുകളുടെ ഏക ആശ്രയം എന്നതാണ്. പക്ഷേ അപ്പോഴും നേരത്തെയൊക്കെ തന്നെ ഈ സ്വകാര്യ ബസ് സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടി KSRTC ബസ്സൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കൊക്കെ തന്നെ നേരത്തെയൊക്കെ തന്നെ എത്തിയിരുന്നു. നമുക്ക് ഇവിടെ ചേട്ടാ എങ്ങോട്ട് പോവാനാ? കണ്ണൂര്. ബസ് സമരം ഉള്ളത് അറിഞ്ഞിരുന്നോ? ഇല്ല. ഇനിയിപ്പോ എങ്ങനെയാ പോവാൻ? എങ്ങനെയാ നോക്കിട്ട് പോകും. KSRTC ബസ് സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ പോകുന്നു. അങ്ങനെ പോകും. അത് തന്നെയാണ് ഇവിടെ സ്വകാര്യ ബസ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ KSRTC ബസ് വഴി പോകാനാണ് ആളുകൾ. അതെ അനഘ, അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും. അതായത് നിലവിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. പക്ഷേ KSRTC ബസ് സ്റ്റാൻഡ് പരിസരം ഇതിന് തൊട്ടപ്പുറത്താണ്. ആ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ തന്നെ ആളുകൾ വലിയ രീതിയിൽ തടിച്ചുകൂടുന്നുണ്ട് ബസ്സിലേക്ക് കയറാനായിട്ട്. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, KSRTC ബസ് അധിക സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും അധിക ബസ് ഈ സാഹചര്യത്തിൽ ഇറക്കിയിട്ടില്ല. അതും ഒരു വെല്ലുവിളിയാണ്. അതും ഏറെ തിരക്കുള്ള റൂട്ടിലേക്ക് മാത്രമാണ് KSRTC അധിക സർവീസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആളുകൾ ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്
എന്നതാണ്. എന്തായാലും ഈ ബസ് സമരത്തെ സംബന്ധിച്ച് ജനജീവിതത്തെ ഏറെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കോഴിക്കോടിനെ ശരി അനഘ, സംബന്ധിച്ച് ഈ എന്തായാലും സമയമൊക്കെ തന്നെ ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ്. ഒരു പക്ഷേ അല്പം കൂടി സമയം, ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തിരക്ക് വർദ്ധിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഓഫീസുകളിലേക്കും ഒക്കെ പോകേണ്ടുന്ന ഒരു സമയം കൂടി അടുക്കും തോറും ഇതിന്റെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, അവിടെ സ്വകാര്യ ബസ് പണിമുടക്ക്, സൂചനാ പണിമുടക്കാണ്, ഇനി അനിശ്ചിതകാല പണിമുടക്ക് വരുന്നതേയുള്ളൂ. ചർച്ചയുമായി ബന്ധപ്പെട്ട് വിജയം കൈവരിച്ചില്ല എങ്കിൽ മാത്രം. എന്തായാലും ഇപ്പോൾ നിലവിൽ കൊച്ചിയെ സംബന്ധിച്ച് എങ്ങനെയാണ് സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിച്ചിരിക്കുന്നത്, പുരോഗമിക്കുന്നത്? രോഹിണി, കൊച്ചിയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കലൂർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ സാധാരണ രീതിയിൽ ഈ സമയമൊക്കെ നിരവധി സ്വകാര്യ ബസ്സുകൾ കടന്നെത്തുന്ന ഒരു സമയമാണ്. പക്ഷേ ഒരു 8:30 സമയമാവുന്ന സമയത്താണ് ഒരു ഘട്ടത്തിലാണ് കൂടുതലായിട്ട് ആളുകൾ ഇവിടേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത്, കൊച്ചിയിൽ ഈ മെട്രോ നഗരം ആണ്, മെട്രോ അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ബദൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് ആളുകൾ ശ്രമിക്കാറുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം, സ്വകാര്യ ബസ്സുകൾ കൂടുതലായിട്ട് പൂർണ്ണമായിട്ടും തന്നെ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുമില്ല. കാരണം മെട്രോ അടക്കമുള്ള സംവിധാനങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ സൂചനാ പണിമുടക്ക് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ മെട്രോയിലേക്ക് കേന്ദ്രീകരിച്ച് അവരുടെ യാത്ര അങ്ങനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് ആളുകൾ പോകുന്നത്. എങ്കിലും ഒരു 8:30 മണിയോടുകൂടി ഓഫീസിന്റെ ഒരു ടൈം വരുന്ന സമയത്ത് ഇവിടെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആളുകളൊക്കെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി എങ്ങോട്ട് പോകാനാണ് ചേച്ചി? കാക്കനാട്. ബസ് കുറെ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. ബസ് അവർ അറിഞ്ഞിരുന്നോ? ഈ കാക്കനാട് സ്വകാര്യ ബസ്സിലൂടെയാണോ പോകുന്നത്? KSRTC ആണോ? ഇല്ല, സ്വകാര്യ ബസ്. എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? ഒരു അരമണിക്കൂറായി. സാധാരണ ഒരു 5 മിനിറ്റ് ഇടവേളയ്ക്കുള്ളിൽ തന്നെ സ്വകാര്യ ബസ്സുകൾ കാക്കനാടേക്ക് നിരവധി വരുന്നതാണ്. പക്ഷെ അരമണിക്കൂറായിട്ടും സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്കുണ്ട്. മറ്റൊന്ന്, ഈ മെട്രോ കേന്ദ്രീകരിച്ചുള്ള നഗരപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തില്ല. ഉൾപ്രദേശങ്ങളിലായിരിക്കും വ്യാപകമായിട്ടുള്ള ഒരു ജനജീവിതത്തെ ഈ ഒരു സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിക്കുക. ചേച്ചി എങ്ങോട്ട് പോകാൻ? ഞാൻ കാക്കനാട് പോകാനാണ്. സാധാരണ കാക്കനാടേക്ക് എപ്പോഴും ബസ് ഉള്ളതാണ്. എപ്പോഴും പ്രൈവറ്റ് ബസ് ഉണ്ടാവും, പക്ഷേ ഇന്നില്ല. KSRTCയും അവിടെ എവിടെയും പോകുന്നതാണ്. ഞങ്ങൾക്ക് അവിടെ ബസ് കിട്ടില്ല. 6:30 വന്നതാ, സമയം 7:30ആയി. 1 മണിക്കൂറായി. 1 മണിക്കൂർ നിൽക്കുക. അവിടെ നിന്ന് കടവന്ത്രയിൽ നിന്ന് ഓട്ടോ കയറി വന്നു, 60 രൂപ ഓട്ടോയ്ക്ക്. ഇവിടെ വന്നിട്ട് ബസ്സില്ല. അവിടെ ബസ്സിലാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ വന്ന് 60 രൂപ കൊടുത്ത് നിന്നിട്ടും ബസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ജോലിക്ക് പോകാതെ നിൽക്കുക. ഓട്ടോയിലാണ് വന്ന് 60 രൂപ കൊടുത്ത് ഓട്ടോയിലാണ് വന്നു. ബസ്സാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. ഇപ്പം 60 രൂപ കൊടുത്ത് ഇവിടെ വന്നിട്ട് നമുക്ക് ബസ്സില്ല. ജോലിയുണ്ട്, ബസ്സില്ലാതെ ഇവിടെ നിൽക്കുക. ജോലിക്ക് പോകാനാണോ? ജോലിക്ക് പോകാനാണ്. എത്ര മണിക്ക് കയറാൻ? 8 മണിക്ക് കയറണം. ഈ ജോലിക്കാരെയാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. കാരണം അവർ ഓട്ടോയെ അടക്കം ടാക്സി സർവീസിനെ അടക്കം ആശ്രയിക്കേണ്ടി വരുന്നു. പക്ഷേ എന്നിട്ട് കൂടി ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ സ്വകാര്യ ബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യസമയത്ത് ജോലിക്ക് കയറാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, KSRTC അധിക സർവീസ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ കാക്കനാടേക്കൊന്നും തന്നെ കൂടുതലായിട്ട് KSRTC സർവീസ് നടത്തുന്നില്ല. ഇത് ആ പ്രദേശങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ എങ്ങോട്ടേക്ക് പോകാനാ? എനിക്ക് ഇടപ്പള്ളി. കുറെ നേരമായിട്ടോ? കുറച്ച് നേരമായി. സാധാരണ ഇവിടെ കൂടുതൽ ബസ്സുകൾ വരുന്നതാണ്, സ്വകാര്യ ബസ്സുകളൊക്കെ. KSRTC ഇതിൽ കുറവായിരിക്കുള്ളൂ. ജെട്ടിയിൽ നിന്ന് തന്നെ വണ്ടികളുണ്ടാവുള്ളൂ. ബസ് സമരം അറിഞ്ഞിരുന്നായിരുന്നു. വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടല്ലേ? അതെ അതെ അതെ. സ്വകാര്യ ബസ് ഉടമകൾ സൂചനാ പണിമുടക്കാണ് നിലവിൽ നടത്തുന്നത്. പക്ഷേ അത് ജനജീവിതത്തെ ഭാഗികമായിട്ടെങ്കിലും ബാധിക്കുന്നുണ്ട്. മെട്രോ നഗരമായതുകൊണ്ട് തന്നെ കൊച്ചിയിൽ യാത്രക്കാർക്ക് മെട്രോ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. എങ്കിലും ഒരു 10 മണിയോടുകൂടി കൂടുതൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് യാത്രക്കാരൊക്കെ തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും പണിമുടക്കിൽ ഈ സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നുണ്ട്. KSRTC അധിക സർവീസ് നടത്തി ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി രേഷ്മ, എന്തായാലും കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ സമയം 7:30, ഒരുപക്ഷെ ഒരു 8:30 ആവുമ്പോൾ ഈ തിരക്ക് ഇനിയും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, തലസ്ഥാന ജില്ലയെ വലിയ കാര്യമായി സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെ തന്നെയാണോ? നേരത്തെ
നേരത്തെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും നമ്മുടെ പ്രതിനിധികൾ പറഞ്ഞതുപോലെയുള്ള ഒരു ബുദ്ധിമുട്ടും തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് സർവീസ് പണിമുടക്കിനെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് എനിക്ക് പുറകിൽ ഇങ്ങനെ വരിയായിട്ടാണ് സ്വകാര്യ ബസ്സുകൾ എല്ലാം തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ ബസ്സുകളും അവരുടെ റൂട്ടുകളിലേക്ക് കൃത്യമായ സർവീസുകൾ നടത്തുന്നുണ്ട്. എല്ലാ സർവീസും ഒരുപോലെ തന്നെ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സർവീസ് പോലും അവർക്ക് മുടക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ അങ്ങ് പഴവങ്ങാടിയുടെ ഫ്രണ്ടിൽ നിന്നും മാത്രം അവിടെ നിന്നും പഴവങ്ങാടിയുടെ മുമ്പിൽ നിന്നും എത്തുന്ന സർവീസുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ബസ്സിനകത്തേക്ക് നമുക്ക് പോയാൽ പോലും വലിയ രീതിയിലാണ് ഇവിടെ ബസ് സർവീസ് ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു സ്വകാര്യ ബസ്സിനകത്താണ്. ഇവിടെ സ്ഥിരമായി ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു തരത്തിലും തെക്കൻ ജില്ലകളിൽ ഈ സ്വകാര്യ ബസ് പണിമുടക്ക് ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിലെ യാത്രക്കാരെല്ലാവരും തന്നെ ഒരുപോലെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സർവീസ് നേരത്തെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും സാരമായി തന്നെയാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ പണിമുടക്ക് ബാധിക്കുക. പക്ഷേ അത് തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള ബാധിക്കില്ല. കാരണം ഒരു വശത്ത് KSRTCയും സർവീസ് നടത്തുന്നുണ്ട്, മറുവശത്ത് സ്വകാര്യ ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ, അതുപോലെ തന്നെ അവരുടെ പെർമിറ്റ്, അവരുടെ റൂട്ട്, അങ്ങനെ പറഞ്ഞ വിവിധ കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കണ്ടക്ടർ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഇപ്പോൾ നിങ്ങൾ ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചതാണ്, പക്ഷേ തിരുവനന്തപുരത്ത് എല്ലാ പ്രൈവറ്റ് ബസ്സുകളും ഓടുന്നുണ്ട്, എന്താ ഇങ്ങനെ? ഇവിടെ അതിനൊരു മുടക്കം വന്നിട്ടില്ല. ഇതുവരെയും പണിമുടക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എന്താ സംഘടന പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടും? പണിമുടക്ക് പ്രഖ്യാപിച്ചെന്ന ആവശ്യങ്ങൾ, കുട്ടികളുടെ കൺസെഷൻ്റെ കാര്യം, പെർമിറ്റ് പുതുക്കി കൊടുക്കുന്നതിൻ്റെ കാര്യം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും അവർ അനുവദിച്ചിരുന്നില്ല. ഇന്നലെ നടത്തിയ ചർച്ചയിൽ അതും പരാജയപ്പെട്ടു. ആ ഒരൊറ്റ കാരണത്തിലാണ് ഇങ്ങനെ. സിറ്റിയിൽ ഒരു കാരണവശാലും പണിമുടക്ക് ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ബാക്കി സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഓടുന്നുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ഓടുന്നുണ്ടായിരിക്കാം. ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, നമുക്കത്ര അറിയാൻ കഴിയുന്നില്ല. ഇപ്പം നേരത്തെ രോഹിണി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നഗരമധ്യത്തിൽ എന്തായാലും അത് എന്തുകൊണ്ടാണ് അഖിൽ? സാധാരണ സംസ്ഥാന വ്യാപകമായിട്ടാണല്ലോ സ്വകാര്യ ബസ് സൂചന പണിമുടക്ക് എന്ന്. അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ മാത്രം എങ്ങനെയാണ് വിട്ടു നിൽക്കുന്നത്? ഒരുപക്ഷെ അവർക്ക് ആ നിർദ്ദേശം വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവർ മാത്രം എങ്ങനെയാണ് സർവീസ് നടത്തുന്നത്? ഒരുപക്ഷെ അഖിൽ ചോദിച്ച കണ്ടക്ടർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിവില്ല. പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? രോഹിണി, ചില രാഷ്ട്രീയ പാർട്ടികൾ ഓൾ ഇന്ത്യ പണിമുടക്കൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ അവർ പണിമുടക്ക് നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ്. അതുപോലെ ചിലപ്പോൾ ചില സാഹചര്യമായിരിക്കാം ഓൾ കേരള പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടും ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് സർവീസ് നടത്തേണ്ടി വരുന്നത്. നേരത്തെ നമ്മളോട് മൈക്കിന് മുമ്പിലല്ലാത്ത ചില സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പറഞ്ഞത് ഇത്തരത്തിൽ പണിമുടക്കുണ്ടായാൽ അത് റൂട്ടിനെ ബാധിക്കും, അത് വ്യാപകമായിട്ടുള്ള അവരുടെ റൂട്ടിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പണിമുടക്കിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ സംഘടന ഇങ്ങനെ പല ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ വളയം പിടിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അവർ ഇപ്പോൾ നമ്മളോട് മൈക്കിന് മുമ്പിലല്ലാതെ, ക്യാമറയ്ക്ക് മുമ്പിലല്ലാതെ പറയാൻ തയ്യാറായിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ് പണിമുടക്ക് ഉണ്ട് എന്ന തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ വ്യാപകമായി ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു വരിയാണ് ഇവിടെ മാല പോലെ മുത്തുപോലെ ഇങ്ങനെ കോർത്തിട്ടിട്ടുണ്ട്. എല്ലാ ബസ്സിലേക്കും ആവശ്യത്തിലധികം യാത്രക്കാർ കയറി പോകുന്നുണ്ട്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെയാണ്, സ്കൂൾ കുട്ടികൾ പോകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാരുള്ള ഒരു നഗരം കൂടിയാണ്. ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്തു പോകേണ്ട അല്ലെങ്കിൽ യാത്രയ്ക്കെത്തുന്ന നിരവധിയായ ആൾക്കാരുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സ്വകാര്യ ബസ് പണിമുടക്ക് ഒരു തരത്തിലും ഒരാളെയും ബാധിക്കാതിരിക്കുന്നത്. അതെന്തായാലും അഖിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സ്വകാര്യ ബസ് സൂചന പണിമുടക്കാണ് ഇന്ന്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ അത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ് പണിമുടക്ക് ജനജീവിതത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല സ്വകാര്യ ബസ്സുകളെല്ലാം സർവീസ് നടത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ പ്രതിനിധികളാണ് വടക്കൻ കേരളത്തിൽ നിന്നും മധ്യ കേരളത്തിൽ നിന്നും തലസ്ഥാന ജില്ലയിൽ നിന്നും ഉള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.
നാടിനെ നടുക്കിയ പെരുമൺ ട്രെയിൻ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 37 വർഷം. 1988 ജൂലൈ 8 കൊല്ലം ജില്ലയിലെ പെരുമണിൽ ട്രെയിൻ ദുരന്തമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസിന്റെ 10 കോച്ചുകൾ പാലത്തിൽ നിന്ന് അഷ്ടമുടിക്കായലിലേക്ക് മറിയുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. എഞ്ചിൻ പെരുമൺ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. ട്രെയിനിന്റെ 10 കോച്ചുകളാണ് കായലിലേക്ക് വീണത്. ദുരന്തത്തിൽ 105 പേർക്ക് ജീവൻ നഷ്ടമായി, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിന് ജനങ്ങൾ ഒരുപാട് കൂടി. ഇവിടെ ഈ മത്സ്യമേഖലയാണ്, അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് വലക്കാരിൽ അന്ന് നല്ല മഴയുമായിരുന്നു. ഈ ആളുകളെല്ലാം അങ്ങ് പുറത്ത് ഈ വള്ളത്തെ വന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ഒരുപാട് ആളുകളെ രക്ഷിക്കുകയും പിന്നെ പലരെയും പിന്നെ കുറച്ച് സമയം ഞാൻ വന്നപ്പോഴേ പിന്നെ ബോഡികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും മരിച്ച് അങ്ങനെ ആംബുലൻസ് അവിടുന്ന് അക്കരെ കരയ്ക്കുന്ന ഞങ്ങൾക്ക് ഇക്കരോട്ട് വരാൻ വള്ളം ഒക്കെ ഉണ്ട്. ആ വള്ളത്തിലാണ് വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും ഒക്കെ ചേർന്ന് ജീവൻ പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ ഭാഗം വെള്ളത്തിൻ്റെ പോയി, കുറേ ഭാഗം അടിയിലും കുറേ ഭാഗം അക്കരെ, കുറേ ഭാഗം ഇക്കരെ കുത്തിക്കിടന്നെയാണ്. ആൾക്കാരെല്ലാം ഇവിടുന്ന് നമ്മൾ വെള്ളത്തെ കൂടെ കയറ്റി വിട്ടെങ്കിലും വണ്ടി വാഹനത്തിനകത്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതല്ലേ. പല ആൾക്കാരും കാലും കൈയും ഒടിഞ്ഞ് മരിച്ച് കുറേ പേരെ കരയ്ക്ക് കയറ്റിയിട്ടുണ്ട്. അത് പോലീസുകാരും നാട്ടുകാരും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആൾക്കാരും സഹായത്തിനുണ്ടായിരുന്നു. ദുരന്ത സ്മാരകമായി നാട്ടുകാർ പാലത്തിനു സമീപം പെരുമണ്ണിലും പേഴുംതുരുത്തിലും ഓരോ സ്തൂപങ്ങൾ സ്ഥാപിച്ചിരുന്നു. പെരുമണ്ണിൽ പനയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചെങ്കിലും പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമണ്ണിലെ മണ്ഡപം പൊളിച്ചു നീക്കി. ഈ ദിനം ഇവിടേക്ക് ചിലരെത്തും. വർഷങ്ങൾക്കിപ്പുറവും ഈ ഇടം നോവായി തന്നെ ഓരോ മലയാളികളുടെയും മനസ്സിലുണ്ട്. ജനം, കൊല്ലം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികളുടെ കെട്ടിടം ഏത് നിമിഷവും നിലം പൊത്താവുന്ന നിലയിൽ. പൊളിക്കാൻ ഉത്തരവിട്ടിട്ട് 1 വർഷത്തോളമായിട്ടും സമീപത്തുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുക മാത്രമാണ് ഉണ്ടായത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ്. സർക്കാർ ആശുപത്രികളിലെ സേഫ്റ്റി ഓഡിറ്റും ഫിറ്റ്നസ് പരിശോധനയും തികച്ചും പ്രഹസനമാണെന്ന് തെളിയിക്കുന്ന കുറേ കാഴ്ചകളും നമുക്കവിടെ കാണാൻ കഴിയും. ശ്രീനന്ദ SP ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട ദുരന്തത്തിന്റെ നടുക്കം നമുക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അപ്പോഴാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികളുടെ കെട്ടിടത്തിന്റെ ദുരവസ്ഥ കൂടി മനസ്സിലാക്കാവുന്നത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞുള്ള ഒരു കെട്ടിടമാണ് എന്ന് മാത്രമല്ല, ഇത് പൊളിക്കാൻ ഉത്തരവിട്ടിട്ട് ഏകദേശം 1 വർഷത്തോളമായി എന്നും അറിയാൻ കഴിയുന്നുണ്ടല്ലോ. എന്താണ് നിജസ്ഥിതി? തീർച്ചയായിട്ടും രോഹിണി, ആരോഗ്യ മേഖലയിൽ 1-ാം സ്ഥാനത്തെന്ന് വീമ്പിളക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ ഇതുപോലൊരു കഷ്ടകാലം വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം നമ്മൾ എല്ലാവരും തന്നെ കണ്ടിരുന്നു. ശേഷമാണ് മറ്റ് മെഡിക്കൽ കോളേജുകൾ എങ്ങനെയാണ് അവിടെയുള്ള കെട്ടിടങ്ങളും മറ്റു ഉപകരണങ്ങളുടെ ക്ഷാമവും എല്ലാം തന്നെ പരിശോധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ആ ഒരു പരിശോധനയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്പർ 1 എന്ന് പറയുന്ന ജനറൽ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അതിശോചനീയമാണ്. അവിടെ കിടപ്പ് രോഗികൾ കിടക്കുന്ന വാർഡിലാണ് ചോർന്നൊലിക്കുന്നതും അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ ഭിത്തി ഇളകി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും 1 വർഷം മുൻപാണ് ഈ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാനും അതുപോലെ തന്നെ പുതിയൊരു കെട്ടിടം നിർമ്മിക്കാനുമുള്ള ഒരു അനുമതി അധികൃതർ നൽകിയത്. എന്നാൽ അതിന് ഇതുവരെ 9 മാസത്തോളമായി ഇതുവരെ യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല. തികച്ചും അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സൈഡുകളിൽ നിൽക്കുന്ന മരങ്ങൾ മാത്രമാണ് വെട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ വെട്ടി
മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാനോ അല്ലെങ്കിൽ രോഗികളെ മാറ്റി പാർപ്പിക്കാനോ ഉള്ള ഒരുവിധ സംരക്ഷണവും അല്ലെങ്കിൽ യാതൊരുവിധ നടപടികളും അവിടെ സ്വീകരിച്ചിരുന്നില്ല. അവിടെ ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതിന് ശേഷം ജനങ്ങൾ അല്ലെങ്കിൽ ആരെയും തന്നെ അങ്ങോട്ട് കയറ്റിവിടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഇന്നലെ മാധ്യമങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ സെക്യൂരിറ്റികളെല്ലാം തന്നെ കൂടുതലായുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ആരും തന്നെ ഈ ഒരു സ്ഥിതി ഇനി പുറം ലോകം കൂടുതലായി അറിയരുത് എന്ന് അധികൃതർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സ്ഥിതി നമുക്ക് ആശുപത്രിയിലുള്ള മറ്റ് രോഗികളോടും ഒക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളമായി ഇങ്ങനെ തന്നെയാണ് മെഡിക്കൽ കോളേജും അതുപോലുള്ള ജനറൽ ആശുപത്രികളും ഒക്കെ തന്നെ പ്രവർത്തിച്ചു പോകുന്നത്. ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റം ഉണ്ടാകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഒരു ജീവൻ പൊലിഞ്ഞാൽ മാത്രമാണോ ഒരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ആരോഗ്യ കേന്ദ്രത്തിൻ്റെ എത്രത്തോളമുള്ള മുന്നൊരുക്കങ്ങളാണ് ആരോഗ്യ കേന്ദ്രത്തിൽ നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യം ഓർക്കുക എന്നൊരു ചോദ്യമാണ് ജനങ്ങളെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. ഒരു ജീവൻ കോട്ടയത്ത് പൊലിഞ്ഞു കഴിഞ്ഞു, ഇനിയും എത്ര ജീവനുകൾ പൊലിഞ്ഞാലാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു അറുതി ഉണ്ടാവുക എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു കെട്ടിടം പൊളിക്കാൻ ഒരു വർഷം മുൻപ് ഏപ്രിലാണ് കെട്ടിടം പൊളിക്കാനുള്ള ഒരു ഉത്തരവ് നൽകുന്നത്. ഓഗസ്റ്റിൽ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ളൊരു നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ട് കൂടി യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അവിടെ വേരുകൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായി അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ സൈഡിലായി വേരുകൾ നിന്നൊരു മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു സ്ഥിതി പോലും ഉണ്ടായിട്ടില്ല. സൈഡിലുള്ള മരങ്ങൾ മാത്രമാണ് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. രോഗികൾ ഇപ്പോഴും ആ ഒരു വാർഡിൽ ഉണ്ടെന്നതാണ് ഏറ്റവും കൂടുതൽ. അതെ ശ്രീനന്ദ, ഒരുപക്ഷെ ശ്രീനന്ദയ്ക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇത്തരത്തിൽ പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിനുള്ളിലാണ് കിടപ്പ് രോഗികൾ ഉള്ളത് എന്നുള്ളത് അങ്ങേയറ്റം വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്ന് മാത്രമല്ല, ഒരു വർഷം മുൻപേ പൊളിച്ചു നീക്കാൻ ഉത്തരവ് വന്ന കെട്ടിടമാണ്. അവിടെയാണ് ഇപ്പോഴും ചികിത്സ നടക്കുന്നത് എന്നുള്ളതാണ്. ആരോഗ്യ കേരളം എന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ എത്രത്തോളം അപകട ഭീഷണി ഉയർത്തുന്നു എന്നുള്ളത് നമ്മൾ ഒരു ജീവന്റെ വില നൽകിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച കണ്ടത് തന്നെയാണ്. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും രജിസ്ട്രാർ അനിൽകുമാറിനുമെതിരെ ഗവർണർ നടപടിയിലേക്ക് നീങ്ങുന്നു. അനിൽകുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കാനാണ് രാജ്ഭവന്റെ ആലോചന. സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനും സാധ്യതയുണ്ട്. വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് കടുത്തിരിക്കെയാണ് രാജ്ഭവന്റെ നീക്കം. വിനീഷ് ചേരുന്നു. വിനീഷ്, നിർണായകമായ ഒരു നീക്കത്തിലേക്ക് തന്നെയാണോ രാജ്ഭവൻ കടക്കുന്നത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഗവർണർ കടക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവന് നിയമോപദേശം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിനെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജ്ഭവൻ്റെ തീരുമാനം, ഒപ്പം തന്നെ VC-യുടെയും തീരുമാനം. കാരണം പല ഘട്ടങ്ങളിലായി പല താക്കീതുകൾ രാജ്ഭവനും അതുപോലെ തന്നെ VC-യും നൽകിയിരുന്നെങ്കിൽ പോലും അതിനെയെല്ലാം മറികടക്കുന്ന ഒരു പ്രവണതയായിരുന്നു അനിൽകുമാറിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. സസ്പെൻഷൻ നടപടി നേരിടുന്ന സമയത്ത് പോലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കേരള സർവകലാശാലയ്ക്ക് എത്തുകയും അനധികൃതമായ ഒരു സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാവുകയും പ്രത്യേകിച്ച് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടത്തിയ പരാമർശങ്ങൾക്ക് അനുകൂലമായ പരാമർശങ്ങൾ നടത്തുന്ന തരത്തിലേക്കൊക്കെ അനിൽകുമാർ മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം ജോയിൻറ്റ് രജിസ്ട്രാറായ ഹരികുമാറിന് VC അന്ന് പ്രധാനമായി രജിസ്ട്രാറുടെ ചുമതല നൽകുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തി. അതും അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം കഴിഞ്ഞ ദിവസം അനിൽകുമാർ വീണ്ടും സസ്പെൻഷനിലായ അനിൽകുമാർ അനധികൃതമായി കേരള സർവകലാശാലയിലെത്തി രജിസ്ട്രാറിൻ്റെ പദവി ഏറ്റെടുക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങി. ഇതിനെയാണ് വീണ്ടും രൂക്ഷമായ ഭാഷയിൽ രാജ്ഭവനും VC-യും അടക്കമുള്ളവർ വിമർശിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് നിലവിൽ രാജ്ഭവനും ഗവർണറും ഒക്കെ കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജ തൊഴിൽ റിക്രൂട്ട്മെന്റിനെ തുടർന്ന് യുവാക്കൾ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നതായി പരാതി. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശികളായ 5 യുവാക്കളാണ് കംബോഡിയയിലേക്ക് വിസിറ്റിംഗ് വിസയുമായി തൊഴിൽ തേടിപ്പോയത്. സൂപ്പർമാർക്കറ്റിലെ ജോലിക്കായി 2.5 ലക്ഷം രൂപ യുവാക്കൾ ഏജൻസിക്ക് നൽകിയതായും വീട്ടുകാർ പരാതിയിൽ പറയുന്നു. ജൂലൈ 3-ാം തീയതി കംബോഡിയയിൽ എത്തിയതായി വീട്ടുകാർക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്ന് യുവാക്കളുടെ അമ്മമാർ ജനം TV-യോട് പ്രതികരിച്ചു. ജനം എക്സ്ക്ലൂസീവ്
TV വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, 5 യുവാക്കളാണ് ഇത്തരത്തിലുള്ള വ്യാജ തൊഴിൽ റിക്രൂട്ട്മെന്റിനെ തുടർന്ന് കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഖിലിലേക്ക് എത്താം. 5 തെങ്ങ് സ്വദേശികളായ 5 യുവാക്കളാണ് ഇത്തരത്തിൽ കംബോഡിയയിലേക്ക് വിസിറ്റിംഗ് വിസയുമായി തൊഴിൽ തേടി പോയത്. പക്ഷേ നിലവിൽ ഇപ്പോൾ അവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കായി 2.5 ലക്ഷം രൂപ യുവാക്കൾ ഏജൻസിക്ക് നൽകിയതായും വീട്ടുകാർ പരാതിയിൽ പറയുന്നുണ്ട്. ജൂലൈ 3-ാം തീയതി കംബോഡിയയിൽ എത്തി. പക്ഷേ വീട്ടുകാർക്ക് വാട്സപ്പ് സന്ദേശം അന്ന് അവർ അയച്ചെങ്കിലും പിന്നീട് ഇവരുമായി ഒന്നും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയിൽ തന്നെയാണ് ഈ 5 യുവാക്കളുടെയും വീട്ടുകാർ. ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇതിനു മുൻപും പല രീതിയിലുള്ള തട്ടിപ്പുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ജനം TV പുറത്തുവിടുന്ന വാർത്തയാണ് 5 തെങ്ങ് സ്വദേശികളായ 5 പേരാണ് ഇത്തരത്തിൽ കംബോഡിയയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അഖിലിലേക്ക് പോകുന്നു. അഖിൽ, പറയൂ. നിതിൻ, ബിൻസിലാൽ, സച്ചിൻ, ഷാന്തോസ്, ജോയ്സ് ജോൺ എന്നീ യുവാക്കളെയാണ് കംബോഡിയയിലെ സൂപ്പർ മാർക്കറ്റിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകി പറ്റിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 30-നാണ് ടൂറിസ്റ്റ് വിസയിൽ മലേഷ്യയിലേക്ക് പോയതും 2-ാം തീയതി കംബോഡിയയിൽ എത്തിയതും. സച്ചിൻ്റെ അമ്മയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. പിന്നീട് 5 പേരും ശബ്ദം കേട്ടിട്ടില്ല എന്നതാണ് അമ്മ പറയുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ഈ നാട്ടിൽ വീണ്ടും തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 പേരും 2.5 ലക്ഷം രൂപ വീതമാണ് നാട്ടിലെ ഏജൻസിക്ക് നൽകിയത്. കംബോഡിയയിൽ എത്തിയതിനു ശേഷം വിസ നൽകാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. 17,000 രൂപയാണ് യുവാക്കളുടെ കൈവശവും ഉണ്ടായിരുന്നത് എന്നതാണ് യുവാക്കൾ നമ്മളോട് പറയുന്നത്. കംബോഡിയയിൽ എത്തിയ ശേഷം യുവാക്കളുടെ പക്കൽ നിന്നും വിസ കൈക്കരുതുകയും തുക ഏജൻസി ഉൾപ്പെടെയുള്ളവർ വാങ്ങിയെന്നും യുവാക്കൾ വീട്ടിലുള്ളവരെ അറിയിച്ചു എന്നതുമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും വീണ്ടും തലസ്ഥാന നഗരിയിൽ യുവാക്കളെ വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒരു വഞ്ചന കൂടി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, അതുമാത്രമല്ല അഖിൽ, ഇതിപ്പോൾ ഇവരുമായി ബന്ധപ്പെടാൻ പോലും വീട്ടുകാർക്ക് കഴിയുന്നില്ലല്ലോ. അതിൻ്റെ ഒരു ആശങ്കയുണ്ടോ? അവർ ഏതെങ്കിലും രീതിയിൽ പരാതി നിയമപ്രകാരം തന്നെ ഉന്നയിക്കാനുള്ള സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടോ? നിലവിൽ അവർ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ നോർക്കയടക്കം സംസ്ഥാനത്തെ വിദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നോർക്കയാണ്. അതുപോലെ തന്നെ കേന്ദ്ര വിദേശ മന്ത്രാലയത്തിലടക്കം MP മുഖാന്തരം പരാതി നൽകാനും ഒക്കെയാണ് ഈ വീട്ടുകാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടിയാണ് ഓരോരുത്തരും അന്യ നാട്ടിലേക്ക് ജോലിക്കായി പോകുന്നത്. അപ്പോൾ അവിടെ പോയും പറ്റിക്കപ്പെടുന്നു എന്നത് വളരെ രീതിയിൽ വിഷമകരം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുമായി കമ്മ്യൂണിറ്റി ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് വലിയ പരാതികളുമായി മുന്നോട്ട് പോകാൻ വീട്ടുകാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. രോഹിണി, ശരി. അഖിൽ പാലോട്ട് മഠമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മദ്യം ഒഴുക്കുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ. തൃശൂരിലെ സ്വകാര്യ ബ്രൂവറിക്ക് ഉൽപ്പാദനം ഇരട്ടിയാക്കൽ തത്വത്തിൽ അനുമതി. ചാലക്കുടി പുഴയിൽ പ്രതിദിനം 7 ലക്ഷം ലിറ്റർ വെള്ളമൂറ്റാൻ അനുമതി നൽകി ഇറിഗേഷൻ വകുപ്പും. ജനം എക്സ്ക്ലൂസീവ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, സംസ്ഥാന സർക്കാരിന്റെ മദ്യ നയം എന്താണ് എന്നുള്ളത് വ്യക്തമാണ്. വീണ്ടും സംസ്ഥാനത്ത് മദ്യം ഒഴുക്കാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണോ തൃശ്ശൂരിലെ ഈ സ്വകാര്യ ബ്രൂവറിക്ക് ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ട്? അതോടൊപ്പം തന്നെ ഈ ചാലക്കുടി പുഴയിൽ നിന്ന് പ്രതിദിനം 7 ലക്ഷം ലിറ്റർ വെള്ളമൂറ്റാനുള്ള അനുമതി ഇറിഗേഷൻ വകുപ്പും നൽകിയിട്ടുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിൽ കൊട്ടിഘോഷിക്കുന്നത് മദ്യവർജനം എന്ന നിലപാടാണ്. പക്ഷേ അതിലെല്ലാം വിപരീതമായി നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ മദ്യം സംസ്ഥാനത്ത് ഒഴുക്കാനായി സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകുന്നു. അതിനായി സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളും, എക്സൈസ് വകുപ്പാകട്ടെ, ഇറിഗേഷൻ വകുപ്പാകട്ടെ, ഈ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്ന് സ്വകാര്യ കമ്പനിക്കായി കുടപിടിക്കുന്നു എന്നതാണ് സർക്കാർ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കാൾസ് ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്കാണ് സർക്കാർ 2.5 ലക്ഷം HL നിന്നും 5 ലക്ഷം HL വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ
ഈ കാൾസ് ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സർക്കാരിലേക്ക് നൽകിയിരുന്നു. ആ സമയത്ത് തന്നെ എക്സൈസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിക്ക് യാതൊരു വിധമായ പ്രശ്നവുമില്ല. ഇവർ ലൈസൻസ് പുതുക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള സംഭരണശേഷിക്കുള്ള സംവിധാനങ്ങൾ ഈ സ്വകാര്യ കമ്പനി ആ ഒരു പ്രദേശത്ത് ഒരുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആ സംരംഭ കേന്ദ്രത്തിൽ ഒരുക്കുന്നുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു ഈ ഒരു എക്സൈസ് കമ്മീഷണറുടെ പരാമർശം. ആ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെയാണ് സർക്കാരും ഇറിഗേഷൻ വകുപ്പും 7 ലക്ഷം പ്രതിദിനം ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ആ ഒരു അനുമതിയും ഉണ്ടാകുന്നത്. തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 2.5 ലക്ഷം HL നിന്ന് 5 ലക്ഷം HL ആയി വർദ്ധിപ്പിക്കാനുള്ള, അതിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകുന്നു. ഇതിനുള്ള യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ ആ ഒരു കമ്പനി കാൾ ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ വാദം. അത് എക്സൈസ് കമ്മീഷണർ തന്നെയാണ് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ 2.5 ലക്ഷം HL നിന്നും അത് 5 ലക്ഷം HL ആയി ഇതിൻ്റെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഈ കാൾസ് ബ്രൂവറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം. നിലവിൽ ഹൈബ്രിഡ് ബ്രൂവിംഗ് എന്ന സിസ്റ്റം സ്ഥാപിച്ചതിന് ശേഷമാണ് ഇതിനുള്ള അനുമതി നൽകുന്നത് എന്നതാണ് സർക്കാരിന് എക്സൈസ് കമ്മീഷണറുടെ പരിശോധനയ്ക്ക് ശേഷം സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനശേഷി ഉയർത്താനുള്ള ശ്രമത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അതേസമയം തന്നെ നിലവിൽ വലിയ രീതിയിലുള്ള മദ്യവർജനം എന്ന ഒരു നിലപാടുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആ നിലപാടിൽ നിന്ന് സർക്കാർ ഒരു പിടി പോലും കൃത്യമായ രീതിയിലുള്ള നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ മദ്യം സംസ്ഥാനത്ത് ഒഴുക്കാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം മാത്രമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. രോഹിണി. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കോന്നി പാറമടയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണെന്ന് പരാതി നൽകിയെങ്കിലും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം. കളക്ടർ ഉൾപ്പെടെ അവർക്കൊപ്പം നിൽക്കുന്നതായും നാട്ടുകാർ പറയുന്നു. മനോജ് ചേരുന്നു. മനോജ്, കോന്നി പാറമട അപകടം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് ഈ പാറമട പ്രവർത്തിക്കുന്നത് കൃത്യമായി ലൈസൻസ് മുഖാന്തിരം തന്നെയാണോ, ഇതിൻ്റെ അനുമതി എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അനുസരിച്ചായിരുന്നു. ഏകദേശം ജൂൺ 30 ഇതിൻ്റെ ലൈസൻസിൻ്റെ കാലാവധി അവസാനിച്ചു എന്നുള്ള ചില വാർത്തകളും വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പാറമടയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് തദ്ദേശവാസികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്? മനോജ്, കേൾക്കുന്നുണ്ടോ? നമ്മൾ കോന്നി പാറമടയിലെ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോകുമ്പോൾ ഈ പാറമടയ്ക്കെതിരെ തദ്ദേശവാസികൾ ചില പരാതികളൊക്കെ ഉന്നയിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് ഈ സമയം പരിശോധിക്കേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടിയിൽ ജനം ടിവിയോട് പ്രതികരിച്ച് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. പ്രശ്നങ്ങൾ പരിഹരിച്ച് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനാണ് അത്തരമൊരു നടപടിയെന്ന് ജില്ലാ കളക്ടർ. ജീപ്പ് സവാരികൾക്ക് പൂർണ്ണമായ നിരോധനമല്ല ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൊളുക്കുമല മാതൃകയിൽ ജീപ്പ് സവാരികൾ പുനരാരംഭിക്കാനാണ് പദ്ധതിയിടുന്നത്. അപകടകരമായ പാതകൾ ഒഴിവാക്കി മാതൃക തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ പറയും. നമുക്ക് ആദ്യം ആ വാക്കുകൾ കേൾക്കാം, തുടർന്ന് സുബിൻ തോമസിലേക്ക് പോകാം. നമ്മുടെ ജില്ലയിലെ കുറേ സ്ഥലങ്ങളിൽ ജീപ്പ് സഫാരി നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേര് വളരെ അപകട അവസ്ഥയിലാണ് അത് ഒടിച്ചു പോകുന്നത്. ത്രില്ല് ഓക്കെയാണ്, ത്രില്ലിന് വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അത് ജീവൻ്റെ ഒരു സേഫ്റ്റി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ആൻഡ് നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ജീവന് നഷ്ടപ്പെട്ടു ഇങ്ങനെ ജീപ്പ് സഫാരി പോയതിനിടയ്ക്ക്. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ ജീപ്പ് സഫാരി പോകുന്ന റൂട്ട്സ് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ട് അതിലുള്ള ഡ്രൈവേഴ്സ്ക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മൾ കൊളുക്കുമലയിലെ ഒരു നിയന്ത്രണമുണ്ട്, ഇങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ അത് ഫോർമലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട്.
സുബിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുബിൻ, ഇടുക്കി ഒരു വിനോദസഞ്ചാര മേഖലയാണ്, അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ഈ ജീപ്പ് സവാരികൾ നിരോധിച്ചിട്ടില്ല, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് കൃത്യമായൊരു മാർഗരേഖ വേണം. ഈ യാത്രക്കാരുടെ അല്ലെങ്കിൽ സഞ്ചാരികളുടെയൊക്കെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം തുടർന്നും പോകേണ്ടത് എന്നാണോ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ ജീപ്പ് സവാരികൾ സംബന്ധിച്ച് മുമ്പ് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണങ്ങൾ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മൂന്നാറിന് സമീപം പോന്നമെട്ടിൽ വിനോദസഞ്ചാരികളുമായി പോയിരുന്ന ഒരു ജീപ്പ് അപകടത്തിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ഇതോടുകൂടിയാണ് നിയന്ത്രണം കടുപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ജില്ലാ ഭരണകൂടം ഇറക്കുകയും ചെയ്തു. പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് ഇന്നലെ ജില്ലയുടെ വിവിധ ടൂറിസം മേഖലകൾ കേന്ദ്രീകരിച്ച് ഉടലെടുത്തിരുന്നത്. കുമളി, അതുപോലെ തന്നെ മൂന്നാർ, വാഗമൺ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കളക്ടർക്കെതിരെ വലിയ പ്രതിഷേധ പരിപാടികളും നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കളക്ടർ ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇതൊരു പൂർണ്ണമായ നിരോധനമല്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. 15 ദിവസത്തിനകം ഈ ജീപ്പ് സവാരികൾ പുനരാരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. കൂടാതെ ഒരു കൃത്യമായ മാർഗരേഖ തയ്യാറാക്കേണ്ടതായുണ്ട്. പലപ്പോഴും അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നു. ഈ വഴികൾ പോലും ഇല്ലാത്ത ഭാഗത്തൂടെ വാഹനം കയറ്റിക്കൊണ്ടു പോകുന്ന ഈ വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെ വെള്ളം ഈ ഒരു ജീപ്പ് കൊണ്ടുപോകുന്ന ചില സാഹസിക ഡ്രൈവർമാരുണ്ട്. അത്തരത്തിലുള്ള രീതികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ വഴികൾ കണ്ടെത്തി ഒരു കൃത്യമായ മാർഗരേഖ തയ്യാറാക്കാനുണ്ട്. അതിനൊരു കൃത്യമായ ഫീസ് ഈടാക്കാനുണ്ട്. പ്രധാനമായും ജില്ലാ കളക്ടർ പറഞ്ഞത് കൊളുക്കുമല മോഡൽ ഇടുക്കി ജില്ലയുടെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും ഈ ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നടപ്പാക്കാനാണ് പദ്ധതി ഇടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ വഴിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാം, അല്ലെങ്കിൽ ഏത് ഭാഗത്തൂടെ ഈ ജീപ്പ് സവാരികൾ കടന്നു പോകണം. അത്രത്തോളം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്, സുരക്ഷിതമായ വഴികളുള്ള ഭാഗത്തൂടെ ഈ ഓഫ് റോഡ് ജീപ്പ് സവാരികൾ നടത്തണമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കൃത്യമായ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട്, ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ടുള്ള ഒരു ജീപ്പ് സവാരി അത് ജില്ലയിൽ ആകമാനം നടപ്പാക്കുക എന്നുള്ളതാണ് നിലവിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് 15 ദിവസത്തിനകം തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും. അതിനൊരു കൂടിയാലോചനകൾ ഇനി നടത്തുന്നുണ്ട്. ഇന്നെന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ടൂറിസം മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിശദീകരണം ജില്ലാ കളക്ടർ നൽകുകയും ഇതിന്റെ ഒരു മാർഗരേഖ തയ്യാറാക്കാനുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കളക്ടറുടെ ഈ ഒരു നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. ജില്ലയിലെ ടൂറിസം മേഖലയെ ഒന്നാകെ തകർക്കാനുള്ള ഒരു നീക്കമാണ് ജില്ലാ കളക്ടർ നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഉയരുന്നത്. ശരി, സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 104 വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഗുരു വിശ്രമിക്കാൻ ഉപയോഗിച്ച ചാരു കസേര വൈക്കം ഉല്ലല ഓംകാരേശ്വരം ക്ഷേത്രത്തിന് ചെറിയാന്തറ കുടുംബം കൈമാറി. നൂറ്റാണ്ടുകാലം ചെറിയാന്തറ ഭവനത്തിലെ അറയിൽ വിളക്ക് കൊളുത്തി പരിപാവനമായി സൂക്ഷിച്ചുവരുന്ന ചാരുകസേരയാണ് ശ്രീനാരായണ ഗുരു അവസാനമായി കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയ ഓംകാരേശ്വരം ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. തലയാഴം ചേത്തുരുത്തിൽ അന്ധവിശ്വാസവും ദുരാചാരങ്ങളും ഗ്രാമവാസികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയപ്പോൾ ചെറിയാന്തറ കേശവന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ 1921 ജനുവരി 21 ഗുരുദേവൻ തലയാഴം ചെന്തുരുത്തിയിലെത്തി. ചെറിയാന്തർ കുടുംബത്തിലെ കേശവൻ ഗുരുദേവന് വിശ്രമിക്കാൻ ഇരിപ്പിടമായി തയ്യാറാക്കിയതാണ് ഈ ചാരുകസേര. ഗുരുദേവൻ മടങ്ങിയതിനു ശേഷം ചാരുകസേര ചെറിയാന്തറ നാലുകെട്ടുപുരയിടത്തിലെ പ്രാർത്ഥനാമുറിയിൽ കാത്തുസൂക്ഷിക്കുകയായിരുന്നു. 104 വർഷം നിത്യവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് ഭക്ത്യാദരപൂർവ്വമാണ് പരിപാലിച്ചിരുന്നത്. ഇനിയുള്ള കാലം കസേര പവിത്രമായി സൂക്ഷിക്കാൻ ഒരിടം തേടിയ ചെറിയാന്തറ കുടുംബത്തിന്റെ അന്വേഷണം ഗുരുദേവൻ അവസാനമായി കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയ ഓങ്കാരേശ്വരം ക്ഷേത്രത്തിലെത്തി നിന്നു. അമ്പലത്തിൽ പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഗുരുദേവനെ ഇവിടെ കൊണ്ടുവന്ന്, ഇവിടെ സർപ്പാരാധന കൂടുതലായിട്ടുള്ള ഗ്രാമമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഗുരുദേവനെ കൊണ്ടുവരാൻ വേണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് വാങ്ങിച്ച കസേരയാണിത്. അന്ന് തൊട്ട് സൂക്ഷിച്ചു. ഇപ്പോൾ എൻ്റെ കാലമായപ്പോൾ ഞാനത് ഇങ്ങനെ അറയിൽ നല്ല ഭദ്രമായിട്ട് ഇതുവരെ സൂക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് ഇനിയുള്ള സാഹചര്യം എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാനത് ഓങ്കാരേശ്വരത്തോട്ട് സമർപ്പിക്കും. ഞാൻ പൂർണ്ണ മനസ്സോടുകൂടെ ഒത്തിരി സന്തോഷത്തോടുകൂടെ, എന്ന് വെച്ചാൽ 2 നേരം അവിടെ വിളക്ക് അതേപോലെ സംരക്ഷണവും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാനവിടെ സമർപ്പിച്ചിരിക്കും. അലങ്കരിച്ച വാഹനത്തിൽ സ്ഥാപിച്ച ചാരുകസേര വാദ്യഘോഷങ്ങളോടെ തലയാഴത്തെ വിവിധ കേന്ദ്രങ്ങൾ ചുറ്റി സ്വീകരണം ഏറ്റുവാങ്ങി.
പൂത്താലങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ചാരുകസേര ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ SNDP യോഗം വൈക്കം യൂണിയൻ പ്രസിഡന്റ് PV ബിനേഷ് ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ജനം, കോട്ടയം. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിൽ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നും കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അമ്മയും കുഞ്ഞും ബ്ലോക്ക് പ്രവർത്തന സജ്ജമായില്ലെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം SAT ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്കിൽ ചികിത്സ ആരംഭിക്കാത്ത സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെടൽ. അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് നിരീക്ഷിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരുവനന്തപുരം SAT ആശുപത്രിയിലെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പ്രവർത്തന സജ്ജമായിട്ടില്ലെന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയെടുത്ത കേസിലെ സിറ്റിംഗിലാണ് കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ തുടങ്ങി 8 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് SAT ആശുപത്രി സൂപ്രണ്ട് കമ്മീഷൻ മുമ്പാകെ അറിയിച്ചു. റിപ്പോർട്ടുകൾ അംഗീകരിച്ച കമ്മീഷൻ 2025 ഡിസംബർ മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി. കെട്ടിടം പൂർണ്ണനിലയിൽ പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രവൃത്തികളുടെ ഷെഡ്യൂൾ അടുത്ത സിറ്റിംഗിൽ ഹാജരായി സമർപ്പിക്കണമെന്നും അധികൃതർക്ക് നിർദ്ദേശം നൽകി. ജനം, തിരുവനന്തപുരം. വെള്ളപ്പൊക്ക ദുരിതത്തിൽ നട്ടം തിരിഞ്ഞ് ചേർപ്പ് പഞ്ചായത്തിലെ 500ഓളം പേർ. മഴക്കാലമായതോടെ വഴികളിലും വീടുകളിലും വെള്ളം കയറിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇവർ. വീട്ടുമുറ്റങ്ങളിൽ വെള്ളം, നടവഴികളിൽ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ സർവത്ര ദുരിതത്തിലാണ് ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ. വെള്ളമുയർന്നപ്പോൾ ക്യാമ്പുകളിൽ അഭയം തേടിയവർക്ക് വീടുകളിലേക്ക് ഇതുവരെ മടങ്ങാൻ സാധിച്ചിട്ടില്ല. പലരും ക്യാമ്പിലെത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. ക്യാമ്പുകൾ മടുത്ത് ഏതാനും ചിലർ വീടുകളിലെത്തിയപ്പോൾ കണ്ടത് ഉഗ്രവിഷമുള്ള പാമ്പുകളെ. വീട് വൃത്തിയാക്കാൻ എത്തിയ പലരും കണ്ണ് നനയിക്കുന്ന കാഴ്ചകളാണ് കണ്ടതും. വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുപകരണങ്ങളടക്കം നശിച്ചു കിടക്കുന്നു. ഇപ്പോൾ പഞ്ചായത്തിൽ എല്ലാവരോടും പറയുന്നുണ്ട്, അവർ വന്ന് ശരിയാക്കാന്ന് പറഞ്ഞു പോകണല്ലോ. പിന്നെ ശരിയാക്കി തരുന്നില്ല. താമസിക്കുന്നത് JPS സ്കൂളിൽ 1 മാസം ആയി. ഇപ്പോൾ വെള്ളം പോകണില്ല ഇവിടുന്ന്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കുള്ള വെള്ളമൊക്കെ വന്ന് ഇവിടെ അടഞ്ഞു കൂടി. വെള്ളത്തിന് പോകാൻ ഗ്യാപ്പില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ദുരിതം ക്യാമ്പിൽ കിടന്നു. ചേർപ്പ് പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്താൻ പലരും എത്തിയെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും തയ്യാറായിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. സർക്കാർ സ്കൂളുകളിലാണ് നിലവിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 2 ക്യാമ്പുകളിലായി 500-ലധികം ആളുകളാണ് താമസിക്കുന്നത്. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ കൃത്യസമയത്ത് കുട്ടികൾക്ക് പഠനം നടത്താൻ സാധിക്കുന്നില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ പഠനം ഞങ്ങൾ 3 ആഴ്ചയോളം ക്ലാസ് മുടക്കിയിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ട് മുടക്കിയതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. കാരണം നമ്മളെ ഈ സ്കൂളിൽ മാത്രമാണ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള സ്കൂളുകളിലൊക്കെ സാധാരണ പോലെ ക്ലാസ് പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ കുട്ടികൾ TC വാങ്ങി പോകാമെന്നുള്ള വലിയൊരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോഴാണ് ഞങ്ങൾ പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് താൽക്കാലികമായ ക്ലാസ് തുറന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ആകെ 2 ക്ലാസ് റൂം മാത്രമാണ് ഞങ്ങൾ സാധാരണ 7 ക്ലാസ് റൂം ഉപയോഗിക്കുന്നിടത്ത് 2 ക്ലാസ് റൂം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ പഠനം നടത്തുന്നത്. അത് തന്നെ രാത്രിയാവുമ്പോൾ ഈ ക്യാമ്പിലെ ആളുകൾക്ക് താമസിക്കേണ്ട അവസ്ഥയാണ്. അവർക്ക് വേറെ സൗകര്യങ്ങളില്ല. മഴ തോർന്നെങ്കിലും കോൾപ്പാടങ്ങളിലെ വെള്ളക്കെട്ടാണ് താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിൽ മുക്കിയിരിക്കുന്നത്. അനധികൃത കയ്യേറ്റങ്ങളും പുഴകളുടെ സ്വാഭാവിക ഒഴുക്കും പുനഃസ്ഥാപിച്ചാൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനു വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, തൃശൂർ. ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഇടത് സംഘടനാ നേതാവിനെതിരെ നടപടി വൈകിപ്പിച്ച് VSSC. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. ഇടത് സർവീസ് സംഘടനാ നേതാവും VSSC ഉദ്യോഗസ്ഥനുമായ GR പ്രമോദാണ് ഭാരതാംബയെയും പ്രധാനമന്ത്രിയെയും സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഇടത് സംഘടനാ നേതാവിനെതിരെ നടപടി വൈകുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, തീർച്ചയായും ഇടത് സംഘടനാ നേതാവും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഒരു സർവീസ് സംഘടനയുടെ നേതാവും കൂടിയായ
GR പ്രമോദിനെതിരെയാണ് VSSC നടപടി വൈകിപ്പിക്കുന്നത്. പരാതി ലഭിച്ച് ആഴ്ചകൾ പിന്നിടുന്നു. 2 ആഴ്ചയോളം പിന്നിടുമ്പോഴും ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. GR പ്രമോദ് സ്വച്ഛന്തമായി അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രധാനമന്ത്രിയെയും അവഹേളിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം അവഹേളിക്കുന്ന സമീപനം ഈ GR പ്രമോദിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് GR പ്രമോദിൻ്റെ അവഹേളനം എന്നിരിക്കെയാണ് ഈ VSSCയുടെ ഭാഗത്തു നിന്നും ഒരുവിധ നടപടികളും ഉണ്ടാകാതിരിക്കുന്നത്. അതായത് VSSC ഡയറക്ടർക്കടക്കം ഇത് പരാതി നൽകിയെങ്കിൽ പോലും ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ഇടത് സംഘടനാ നേതാവായതുകൊണ്ടും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ CPM-ലും ഒപ്പം ഈ സർക്കാർ വൃന്ദങ്ങളിലുമെല്ലാം ഉള്ള സ്വാധീനം പ്രമോദിൻ്റെ സ്വാധീനമാണ്. അതായത് CPM-ലെ ഉന്നത നേതാക്കളുമായും അതോടൊപ്പം സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരുമായെല്ലാം വലിയ സ്വാധീനമുള്ള ആളാണ് GR പ്രമോദ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടി വൈകിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഗൗരവമായൊരു വിഷയം, കാരണം സർവീസ് ചട്ടങ്ങളുടെ അടക്കം ലംഘനം ഇതിൽ നടന്നിട്ടുണ്ട്. ഒരിക്കലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർവീസിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഉള്ള ഈ വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾക്കെല്ലാം നിയന്ത്രണമുണ്ട്. അങ്ങനെയിരിക്കെ സർവീസ് ചട്ടങ്ങളുടെ എല്ലാം ലംഘനമാണ് GR പ്രമോദ് നടത്തിയതെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെ VSSCയുടെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിവാദവുമായി അതോടൊപ്പം തന്നെ പ്രതിഷേധവുമായി ഉയരുന്നത്. നിരവധി പേർ ഇതിൽ പരാതി നൽകിയിരുന്നു. പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഭാഗത്ത് പരാതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പലരും ദേശീയവാദികളായിട്ടുള്ള പലരും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നെങ്കിൽ പോലും ആ പരാതിയിന്മേലൊരു നടപടി ഇപ്പോൾ എടുക്കാൻ തയ്യാറാകുന്നില്ല. 2 ആഴ്ച പിന്നിടുമ്പോഴും എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെയൊക്കെ പരാതിയിന്മേൽ ഉള്ള നടപടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയിൽ DGPക്ക് നൽകിയ പരാതിയിൽ അദ്ദേഹം പരാതി സ്വീകരിക്കുകയും ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് സെല്ലിന് ഇത് കൈമാറുകയും ചെയ്തിരുന്നു. എന്തായാലും നടപടി വൈകിപ്പിക്കുന്നത് ഇപ്പോൾ പ്രമോദിൻ്റെ ഈ ഇടത് പശ്ചാത്തലം തന്നെയാണെന്നാണ് വിമർശനങ്ങളായിട്ട് ഉയരുകയും ചെയ്യുന്നത്. VSSC ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. VSSC ഡയറക്ടർക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നെങ്കിൽ പോലും അദ്ദേഹവും പരാതിയിൽ മേലൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതെല്ലാം ഇത് ഇടത് പശ്ചാത്തലമാണ്. ഭാരതാംബയെ അപമാനിച്ചാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം അപമാനിച്ചാലും നടപടി എടുക്കേണ്ടതില്ല എന്നതാണ് VSSCയുടെ നിലപാടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇടത് പശ്ചാത്തലമുണ്ടെങ്കിൽ അവർക്കെതിരെ അല്ലെങ്കിൽ ഇടത് സംഘടനാ നേതാവായാൽ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായെല്ലാം അടുത്ത ബന്ധം പുലർത്തുന്നവർ ഇത്തരത്തിലുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ ദേശവിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്താൽ അവർക്കെതിരെ കേസ് അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ട, അവർക്കെതിരെ വകുപ്പ് തല നടപടികൾ എടുക്കേണ്ട ഒന്നൊരു നിലപാടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രോഹിണി. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. നഷ്ടപ്പെട്ട 33 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി ഉടമസ്ഥർക്ക് കൈമാറി കണ്ണൂർ സിറ്റി സൈബർ സെൽ. നഷ്ടപ്പെട്ടതും മോഷണം പോയതുമായ മൊബൈൽ ഫോണുകളാണ് വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് കൈമാറിയത്. സൈബർ സെൽ ASI M ശ്രീജിത്ത്, CPO ദിജിൻ രാജ് PK എന്നിവർ ചേർന്നാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. ഇതെന്താ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മൊബൈൽ ഫോൺ കച്ചവടം തുടങ്ങിയുവെന്ന് സംശയിക്കേണ്ട. മൊബൈൽ ഫോണുകളെല്ലാം പലയിടത്തു നിന്ന് കാണാതായതോ മോഷണം പോയതോ ആണ്. ഇനിയൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ മൊബൈൽ ഫോണുകളാണ് പോലീസ് കണ്ടെത്തി തിരികെ നൽകിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക തുടങ്ങി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയത്. മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് CEIR എന്ന് പറയുന്ന പോർട്ടലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൻ്റെ കീഴിലുള്ള ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കിന്ന് നിലവിലുണ്ട്. അങ്ങനെ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് IMEI നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ 2023 മുതൽ തന്നെ മിസ്സിംഗ് ആയ മൊബൈൽ ഫോണുകളും അതേസമയത്ത് 2025 നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോണുകളടക്കം ഇന്ന് നമ്മൾക്ക് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരിലേക്ക് ഇന്ന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ലഭിച്ച ഫോണുകൾ സൈബർ സെൽ ഉടമസ്ഥർ അൺബ്ലോക്ക് ചെയ്ത് ഉടമകൾക്ക് നൽകി. ഇനിയൊരിക്കലും കിട്ടില്ല എന്ന് കരുതിയ മൊബൈൽ ഫോണുകൾ കയ്യിലെത്തിയപ്പോൾ അവർക്കും സന്തോഷം. ഇവിടെയുള്ള പോലീസ് ഓഫീസറുടെ ഒക്കെ കഠിന പ്രയത്നം കൊണ്ട് എനിക്ക് ജൂൺ 20-ാം തീയതി എനിക്ക് ഫോണ് തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത വന്നു. പക്ഷേ ആ ഫോണ് എവിടെയോ കണ്ണൂർ വെച്ചെങ്ങാനും ഓണാക്കിയിട്ടുണ്ട്. അത് എവിടെയോ ദൂരെങ്ങാനാണെങ്കിൽ കിട്ടില്ല എന്നും പറഞ്ഞ്. അപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഒരു ബംഗാളിക്ക കിട്ടിയത് റോഡിൽ നിന്ന് വീണ് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഫോണിന് ഒരു പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സൈബർ സെൽ 300ഓളം മൊബൈൽ ഫോണുകളാണ് കണ്ടെത്തി ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിയത്. ജനം, കണ്ണൂർ.
ഡാർക്ക് നെറ്റ് ലഹരിക്കടത്ത് കേസിൽ അന്വേഷണത്തിനൊരുങ്ങി ഇ ഡി. NCBയിൽ നിന്ന് കേസ് ഡയറി വാങ്ങി പ്രാഥമിക അന്വേഷണം ആരംഭിക്കും. ലഹരി ഇടപാടിലൂടെ നടന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുകളിലേക്കാണ് ഇ ഡി അന്വേഷണം. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ് പറയും. രോഹിണി, കെറ്റാമലോൺ ലഹരി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിനൊപ്പം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് കൂടിയാണ് സാധ്യതകൾ തെളിയുന്നത്. ഇതിന്റെ ഭാഗമായി ഇ ഡി സംഘം വിശദമായി തന്നെ ഈ കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതിനുശേഷം കേസിന്റെ പൂർണ്ണമായ രൂപം, കേസ് റിപ്പോർട്ട് അടക്കം ശേഖരിക്കും. തുടർന്നായിരിക്കും ECI രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാദമായ പല ലഹരി കേസുകളിലും അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കാറുണ്ട്. കാരണം കള്ളപ്പണ ഇടപാടുകൾ വ്യാപകമായി ഇത്തരത്തിൽ നടക്കാറുണ്ട്. കോടികളുടെ ഇടപാടാണ് ഈ ലഹരി വിൽപ്പനയിലൂടെ നടക്കാറുള്ളത്. നേരത്തെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന നിരവധി രാസലഹരി ഇടപാടുകളിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണങ്ങൾ നിലവിൽ നടത്തി വരികയാണ്. ഇതിനിടയിലാണ് 10 കോടി രൂപയുടെ കണക്കുകൾ പിടികൂടിയ എഡിസണിന്റെ സാമ്പത്തിക ഇടപാടുകളിലൂടെ മാത്രം നടന്നതായി കണ്ടെത്തുകയും മാത്രമല്ല അതിലധികം പല മടങ്ങ് കോടികളുടെ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ നടക്കുകയും ചെയ്ത, ക്രയവിക്രയങ്ങൾ നടക്കുകയും ചെയ്തു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങളാണ് അന്വേഷണ സംഘം ശേഖരിക്കുന്നത്. അതിനുശേഷം ECI രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടക്കുകയും നിലവിൽ NCB അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ പ്രതികളെ തന്നെ ചോദ്യം ചെയ്യുകയായിരിക്കും ചെയ്യുക. പ്രത്യേകിച്ച് ഈ പണം എങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട്, എവിടെയെല്ലാമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, വിദേശങ്ങളിൽ നിന്ന് പണം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് മറ്റ് UK നിന്നടക്കമായിരുന്നു രാസലഹരി കൊറിയറായി എത്തിച്ചിരുന്നത്. അതിനുശേഷമാണ് കൊറിയർ രൂപത്തിൽ തന്നെ ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്തിരുന്നത്. കൃത്യമായി തന്നെ പിടിക്കപ്പെടില്ല. ഈ കൊറിയർ വഴിയുള്ള ഇടപാടുകളിൽ, ലഹരി ഇടപാടുകൾ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് കണ്ടു തന്നെയായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എഡിസൺ മറ്റു കൂട്ടുപ്രതികളുമായി ചേർന്ന് ഇത്തരത്തിൽ രാസലഹരിയുടെ ഇടപാടുകളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ NCBക്ക് ലഭിച്ച ചില രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും മുമ്പ് ഒരു കേസിൽ പിടിയിലായ പ്രതി നൽകിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലുമായിരുന്നു എഡിസണിലേക്ക് പ്രധാനമായും അന്വേഷണം എത്തുന്നത്. മൂവാറ്റുപുഴയിലെ ഇയാളെ വീട്ടിലടക്കം പരിശോധനകൾ നടത്തി ലഹരി വസ്തുക്കൾ കണ്ടെടുക്കുകയും ഒപ്പം തന്നെ കൂട്ടുപ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം ചെയ്തത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഒരു ഭാഗത്ത് NCB തുടരുമ്പോൾ തന്നെയാണ് ഇക്കാര്യത്തിൽ EDയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ 10 കോടി രൂപ എന്നത് പ്രാഥമിക കണക്കുകൾ മാത്രമാണ് എന്നാണ് EDയും വ്യക്തമാക്കുന്നത്. കാരണം ഈ അന്വേഷണത്തിന് ശേഷം ECI രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിന് ശേഷം കൃത്യമായ കണക്കുകളിലേക്ക് എത്താൻ കഴിയും. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ബിനാമി ഇടപാടുകളിലൂടെ പണം കൈമാറ്റം ചെയ്യപ്പെട്ടതായും കരുതുന്നുണ്ട്. കാരണം എഡിസൺ വലിയ തോതിലുള്ള നിർമ്മാണങ്ങൾ ഈ പ്രദേശത്ത് മൂവാറ്റുപുഴ ഭാഗത്ത് തന്റെ പേരിലും മറ്റു ചില ആളുകളുടെ പേരിലും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കെല്ലാമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും കടക്കുക. വിദേശ പണം ഒപ്പം തന്നെ വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുള്ള പണമാടുകൾ എന്നിവയെല്ലാം പരിശോധിക്കപ്പെടുകയും ചെയ്യും. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. പരാതികളിൽ പരിഹാരമില്ലാതെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കെട്ടിക്കിടക്കുന്നത് 6000-ലധികം പരാതികൾ. കഴിഞ്ഞ 5 വർഷമായി ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ ഇനിയും ബാക്കിയെന്ന വിവരാവകാശ രേഖ. ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും ജില്ല തിരിച്ചുള്ള കണക്കുകളും കമ്മീഷൻ നൽകുന്നില്ല. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, പലപ്പോഴും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുകളിലൂടെയാണ് സാധാരണക്കാർക്ക് ഒരുപക്ഷെ പരിഹാരങ്ങൾ പലപ്പോഴും ലഭിക്കുന്നത്. എന്നാൽ പരാതികളൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള പരാതികളും വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ 5 വർഷമായി ലഭിച്ച പരാതികൾ ഇനിയും തീർപ്പാക്കിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണോ വിവരാവകാശ രേഖ നൽകുന്നത്? രോഹിണി, സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അവൻ്റെ അവസാനത്തെ അത്താണി എന്ന നിലയിൽ കമ്മീഷൻ്റെ ഇടപെടലുകൾ വളരെ നിർണായകമായിട്ടുണ്ട്. പല കേസുകളിലും കമ്മീഷൻ നടത്തിയ ഇടപെടലുകളും അതുപോലെ തന്നെ കമ്മീഷൻ്റെ വിധിയടക്കം നിർണായകമായ സാഹചര്യം വഹിച്ചിട്ടുണ്ട്. നീതി ഉറപ്പാക്കുന്നതിൽ അതൊരു നിർണായക സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്കറിയാം. അങ്ങനെ സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു അനീതി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നിരവധി കേസുകൾ ആണ് ഇപ്പോഴും തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്.
6000-ന് മുകളിലേക്ക് കേസ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം നമുക്ക് പരിശോധിച്ചാൽ പോലും അതും വളരെ തുച്ഛമായതായിരിക്കും. അതോടൊപ്പം തന്നെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്നാണ് വിവരാവകാശ രേഖയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2020 ജനുവരി 1 മുതൽ 2025 ഏപ്രിൽ 30 വരെ 5 വർഷമായിട്ടാണ് ഇത്തരത്തിൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. വിവിധ ജില്ലകളിലാണ് ഇത്തരത്തിൽ കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അതിൻ്റെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും ഇപ്പോൾ വിവരാവകാശം കമ്മീഷനുമായി ബന്ധപ്പെട്ടത് ആ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും തരാൻ തയ്യാറാകുന്നില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. കമ്മീഷൻ ഇതിൻ്റെ പ്രവർത്തനം തന്നെ അനക്കമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചെയർപേഴ്സണായ കമ്മീഷനാണ്. 3 അംഗങ്ങളുണ്ട്. 69-ലടക്കം മറ്റ് ഉദ്യോഗസ്ഥരും ഈ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഭീമമായ തുകയാണ് ഒരു മാസം തന്നെ ശമ്പള ഇനത്തിലടക്കം ചെലവാക്കുന്നത്. എന്നാൽ അത്തരം തുക പോലും ചെലവാക്കുമ്പോൾ നീതി ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ പൂർത്തിയാക്കുവാനോ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് അവന് നീതി നടപ്പിലാക്കുവാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നതിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം. അതിൻ്റെ എന്താണ് കാരണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കമ്മീഷൻ തന്നെയായിരിക്കണം വ്യക്തമാക്കേണ്ടത്. ആളുകളുടെ എണ്ണത്തിൻ്റെ അഭാവമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഇത്തരത്തിൽ കേസുകൾ കൂടുതലായി കെട്ടിക്കിടക്കുന്നതിൻ്റെ ഒരു കാരണം എന്നതിനെല്ലാം കമ്മീഷൻ തന്നെ അതിലൊരു ഉത്തരം തരേണ്ടിയിരിക്കുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നത് നിരവധി കേസുകൾ 6000-ലധികം കേസുകളാണ് ഇത്തരത്തിൽ തീർപ്പാക്കാതെ ഇങ്ങനെ അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സാധാരണക്കാരനാണ്. കാരണം പോലീസ് സ്റ്റേഷനിലായാലും ശരി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവൻ സമീപിക്കുന്നത് അവൻ്റെ അവസാനത്തെ വഴി എന്ന നിലയിൽ സമീപിക്കുന്ന ഒന്നാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനും. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് ഒരു അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതാണ്. എങ്കിൽ മാത്രമേ നീതി ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ആദ്യം 1-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു വാചകം എപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറയുന്നതാണ്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നതെല്ലാം ഈ ഓരോ ഫയലും ആ ജീവിതങ്ങൾ പലതും പല സർക്കാർ ചുവപ്പ് നാണയിൽ കെട്ടിക്കുരുങ്ങി കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും ഉണ്ടാകുന്നത്. നിരവധി കേസുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പോലും അതിൽ എത്രയാണ് ഓരോ ജില്ലയിലും തീർപ്പാക്കാനുള്ളതെന്നടക്കമുള്ള അതിന്റെ കണക്കുകൾ പോലും നൽകുവാനും കമ്മീഷൻ തയ്യാറാകുന്നുമില്ല. രോഹിണി, ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു. 24 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം ടെക്സസിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 100 കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 24 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിതീവ്രമായ പ്രളയം തന്നെയായിരുന്നു. ഇനിയും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളത് എത്രത്തോളം ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയാണ്? രോഹിണി, തീർച്ചയായും ഈ മഴ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, വൻതോതിലുള്ള ഒരു പ്രളയമാണ് അന്ന് അവിടെ ഉണ്ടായത്. ആ പ്രളയത്തെ തുടർന്ന് നമുക്കറിയാം 4-ാം തീയതി ഉണ്ടായ വലിയ പ്രളയത്തെ തുടർന്ന് വൻതോതിൽ ആൾനാശം ഉണ്ടായിരുന്നു. ഇപ്പോൾ 100 കടന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ തുടർച്ചയായി ഈ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ശക്തമായ രക്ഷാപ്രവർത്തനം പല മേഖലകളിലായി അല്പം വെള്ളം താഴ്ന്നതോടെ നടത്തുകയായിരുന്ന ആ പ്രതീക്ഷയെ അസ്തമിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വലിയൊരു മഴ പെയ്തിരിക്കുന്നതെന്നാണ് പെയ്യാനുള്ള മുന്നറിയിപ്പുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇതൊരു ഹിൽ സ്റ്റേഷനാണ്. ഈ മലമ്പ്രദേശമായതുകൊണ്ട് തന്നെ വൻതോതിൽ വെള്ളം ഒഴുകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഈ പ്രളയം ഉണ്ടായത് തന്നെ ഒരു മിന്നൽ പ്രളയത്തെ തുടർന്നാണ്. 45 മിനിറ്റിനുള്ളിൽ 3 നിലയോളം ഉയരത്തിൽ വെള്ളം ഉയരുകയായിരുന്നു ഗദ്രപ്പോ നദിയിൽ എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിലൊരു സാഹചര്യം ഇനിയും ഉണ്ടായാൽ വലിയ തോതിലുള്ള പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിൽ അത് ഉണ്ടാക്കുമെന്നൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ ഉണ്ടാകുന്നതിന് മുമ്പ് ഊർജിതമായ രക്ഷാപ്രവർത്തനം ഒരു വശത്ത് നടക്കുമ്പോഴും ഇത്തരത്തിൽ ആൾനാശം ഉണ്ടായതിന് കുറിച്ചുള്ള കണക്കുകൾ കൂടുതലായി പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 24 പേരെ കാണാതായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ 27 പേരെ കാണാതായി, 29 പേരെ കാണാതായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവരിൽ പലരും മരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യമാണെങ്കിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് വേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്ന രീതിയിൽ ഈ പ്രളയ സാധ്യതാ മുന്നറിയിപ്പും അതുപോലെ തന്നെ മഴ മുന്നറിയിപ്പും പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വേനൽക്കാല ക്യാമ്പിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അവരിൽ ചിലർ മരിച്ചിട്ടുണ്ട്. വേനൽക്കാല ക്യാമ്പിന്റെ ക്യാപ്റ്റൻ മരണപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം, ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന ഒരു
പ്രദേശമായതിനാൽ തന്നെ പ്രദേശത്ത് അടിയന്തരാവസ്ഥയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തുളസിയായി മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മിനി സ്ക്രീനിലെത്തുന്നു. ജനപ്രിയ പരമ്പരയായ ക്യോം കി സാസ് ഭി കഭി ബഹൂധി എന്ന പരമ്പരയുടെ 2ാം ഭാഗത്തിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള മടങ്ങിവരവ്. തുളസി വിരാനി എന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവന്നു. എക്താ കപൂറിന്റെ ബാലാജി ടെലിഫിലിംസ് ഒരുക്കുന്ന പരമ്പരയുടെ 2ാം ഭാഗത്തിൽ 150 എപ്പിസോഡുകൾ ഉണ്ടാകും. 2000 മുതൽ 2008 വരെയാണ് പരമ്പരയുടെ 1ാം ഭാഗം സംപ്രേഷണം ചെയ്തത്. 7 വർഷത്തോളം TRP ചാർട്ടുകളിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. സ്റ്റാർ പ്ലസിൽ ജൂലൈ 28 മുതലാണ് പരമ്പര സംപ്രേഷണം ചെയ്യുക. ചെങ്കടലിൽ തങ്ങൾ ആക്രമിച്ച കപ്പൽ മുങ്ങിയതായി ഹൂതി ഭീകരർ. ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലിന് നേരെ ഹൂതി ഭീകരർ ആക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ചയാണ് കപ്പലിനു നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരായിരുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയൂ വിവരങ്ങൾ. ചെങ്കടലിൽ തങ്ങൾ ആക്രമിച്ച കപ്പൽ മുങ്ങിയതായി ഹൂതി ഭീകരർ വ്യക്തമാക്കുകയാണ്. ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലിന് നേരെ ഹൂതി ഭീകരർ ആക്രമണം നടത്തിയിരുന്നു. ഞായറാഴ്ചയാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഹൂതി ഭീകരർ ചെങ്കടലിൽ ആക്രമിച്ച കപ്പൽ പൂർണ്ണമായും മുങ്ങി എന്നുള്ള വിവരങ്ങളാണോ പുറത്തുവരുന്നത്? എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം ഞായറാഴ്ചയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അത് വലിയ തോതിലൊരു ആക്രമണം തന്നെയായിരുന്നു. അതായത് ഡ്രോൺ ബോട്ടുകൾ, നമുക്ക് അറിയാവുന്നതാണ്, പുതിയ ഒരു യുദ്ധമുറയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണ മുറയാണ് ഈ ഹൂതി വിമതർ ഇക്കാര്യത്തിൽ പിന്തുടർന്നത്. മിസൈലുകൾക്കപ്പുറം ആളില്ലാ ബോട്ടുകൾ കപ്പലിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതിൽ 2 ബോട്ടുകൾ തകർക്കാൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ കൂടി മറ്റ് 2 ബോട്ടുകൾ കപ്പലിന്റെ പുറകുവശത്ത് ശക്തമായി ഇടിക്കുകയും അതുപോലെ തന്നെ ആ ഭാഗത്തുണ്ടായിരുന്ന ഹള്ളിനെ അല്ലെങ്കിൽ അതിന്റെ കവചം തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നാണ് കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ കപ്പൽ മുങ്ങി എന്ന റിപ്പോർട്ടുകൾ, വിവരങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഹൂതി ഭീകരർ തന്നെയാണ് എന്നതാണ് ഒരു ആശങ്കാജനകവും ഒരു സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യവുമായി നിലനിൽക്കുന്നത്. കാരണം ഇത്തരത്തിൽ തെറ്റായ ചില വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള നീക്കം ഹൂതി ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംശയം നിലനിൽക്കുന്നതെന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എങ്കിൽ കൂടി കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാനാകുന്നത് എന്ന് ചില കേന്ദ്രങ്ങൾ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഹൂതി ഭീകരർ പറയുന്നത് കപ്പൽ പൂർണ്ണമായി മുങ്ങി എന്നാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചെങ്കടലിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കപ്പലിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഹുദൈദ പോർട്ടിൽ നിന്ന്, അതായത് യമന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഹുദൈദ പോർട്ടിൽ നിന്ന് 51 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണം ഉണ്ടായതിന് പിന്നാലെ അതിശക്തമായ തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് യമനിലെ ഹൂതി ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കപ്പൽ മുങ്ങി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ കപ്പൽ മുങ്ങിയെങ്കിൽ വീണ്ടും ചില സങ്കീർണാവസ്ഥകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് ഉറപ്പ്. വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ മേഖലയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. ഹൂതി ഭീകരർ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇനിയും പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും വലിയൊരു സമുദ്ര ഗതാഗത സംവിധാനത്തെ തകർക്കാനുള്ള ഒരു നീക്കം നടത്തുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ അക്കാര്യത്തിൽ വലിയ തോതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. വലിയ തോതിൽ, അതായത് 30% എണ്ണ ക്രൂഡ് ഓയിൽ കടത്തുന്ന ഒരു സഞ്ചാര മാർഗമാണ്, കടൽ മാർഗമാണ് ചെങ്കടൽ എന്നതുകൊണ്ട് തന്നെ ഗൗരവമേറിയ വിഷയമായി ഇക്കാര്യത്തെ ലോകരാഷ്ട്രങ്ങൾ കണക്കാക്കാനും സാധ്യതയുണ്ട്. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. സെലബി ഏവിയേഷന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാർ റദ്ദാക്കിയത് ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു. കമ്പനിയുടെ താൽപര്യങ്ങളെക്കാൾ ദേശീയ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, പറയൂ.
അതായത് മുന്നറിയിപ്പുകളില്ലാതെ കമ്പനിയുടെ ഏവിയേഷൻ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സെലിബി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് കമ്പനിയുടെ താല്പര്യങ്ങളല്ല വരുത്, മറിച്ച് രാഷ്ട്രസുരക്ഷയാണ്. സാമൂഹ്യ നീതിക്കപ്പുറം രാഷ്ട്രസുരക്ഷയിലാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായും സച്ചിൻ ദുത്ത ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. 99 പേജുള്ള വിധിന്യായത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. ഏറ്റവും പ്രധാനം ദേശസുരക്ഷ തന്നെയാണ്. അപ്പുറത്തേക്കാണ് കമ്പനിയുടെ താല്പര്യങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഡൽഹി അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ ഏവിയേഷൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗം തങ്ങളിൽ നിന്നും അടർത്തി മാറ്റിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായി തങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, അതേപോലെ തന്നെ കൊച്ചി, ഹൈദരാബാദ്, ബംഗളൂരു അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് തങ്ങൾ വർഷങ്ങളായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഇതിൻ്റെ അനുമതി പിൻവലിച്ചത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചത് എന്നുള്ളതായിരുന്നു സെലബിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. എന്നാൽ അതിലാണ് ഈ സുപ്രധാനമായ ഒരു വിധി ഇപ്പോൾ ജസ്റ്റിസിൻ്റെ ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും സെലബിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ടർക്കിഷ് കമ്പനിയായ സെലബി ഓപ്പറേഷൻ സിന്ദൂർ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടത് ടർക്കിഷ് കമ്പനിയാണ് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നതും. മാത്രമല്ല, ഈ ടർക്കിഷ് കമ്പനി പലപ്പോഴും ഈ സെലിബി അടക്കമുള്ള പല ടർക്കിഷ് കമ്പനികളും പാകിസ്ഥാനുമായി ചില ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആയുധമടക്കം വിതരണം ചെയ്യുന്ന ചില ടർക്കിഷ് കമ്പനികളുണ്ട്. അങ്ങനെ തുർക്കി കൃത്യമായി തന്നെ പാകിസ്ഥാനുമായി ബന്ധം പുലർത്തുന്നു എന്നുള്ളത് ഉത്തമ ബോധ്യമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അത് രാജ്യസുരക്ഷയെ ബാധിക്കും, അല്ലെങ്കിൽ അത്തരം ഒരു കമ്പനിയെ ഭാരതത്തിലെ ഏവിയേഷൻ മേഖലയിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിന് വേണ്ടി നിയോഗിക്കുന്നത് അത് ഭാരതത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയെ അത് ബാധിക്കുമെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഈ ടർക്കിഷ് കമ്പനിയായിട്ടുള്ള സെലിബിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് പിൻവലിച്ചതും തുടർന്ന് ഈ എയർപോർട്ടുകളിൽ നിന്നും അവർ പിന്തള്ളപ്പെട്ടതും. ശരി നന്ദൻ, സെലബി ഏവിയേഷന്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാർ റദ്ദാക്കിയത് ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു. കമ്പനിയുടെ താൽപ്പര്യങ്ങളെക്കാൾ ദേശീയ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെയും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഫീസ്, താരിഫ്, മറ്റ് ഉപയോക്തൃ നിരക്കുകൾ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള നിശ്ചയിച്ച ചർച്ചകൾക്ക് പുറമെ അഹമ്മദാബാദ് വിമാന അപകടവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായേക്കും. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ റാണയെ മുംബൈ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിശ്വസ്ത ഏജന്റായിരുന്നു താനെന്ന് റാണ സമ്മതിച്ചിരുന്നു. റാണയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ, കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം മുംബൈ പോലീസ് ആരംഭിച്ചു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വളരെ നിർണായകമായ മൊഴികൾ തന്നെയാണോ തഹാവൂർ റാണയിൽ നിന്ന് മുംബൈ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ക്രൈംബ്രാഞ്ച് തഹാവൂർ റാണയെ ചോദ്യം ചെയ്തു വരികയാണ്. വളരെ നിർണായക വിവരങ്ങൾ തന്നെ തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ചു. അതായത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ അത് പാകിസ്ഥാനാണ് എന്നത് ബോധ്യമാകുന്ന തരത്തിലുള്ള തെളിവുകൾ, മൊഴികളാണ് തഹാവൂർ റാണയുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ഈ അക്രമവുമായി കൃത്യമായി ബന്ധമുണ്ട്. ഒരു തരത്തിൽ പാകിസ്ഥാൻ ആർമിയുടെ ഒരു രഹസ്യ സംഘടന അല്ലെങ്കിൽ ചാരസംഘടന എന്ന നിലയിൽ കൂടി ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തിച്ചു എന്നുള്ളതാണ് തഹാവൂർ റാണ വ്യക്തമാക്കിയിരിക്കുന്നത്. തഹാവൂർ റാണ മുംബൈയിൽ ഒരു സ്ഥാപനം നടത്തുവാൻ വേണ്ടി അതിൻ്റെ നടപടികൾ തുടങ്ങിയിരുന്നു. ഇതെല്ലാം തന്നെ ഈ ഭീകരാക്രമണം അല്ലെങ്കിൽ ഭാരതത്തിൽ പലയിടങ്ങളിൽ ഭീകരാക്രമണം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ് തഹാവൂർ റാണ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല 26/11 താൻ മുംബൈയിൽ ഉണ്ടായിരുന്നെന്നും മുംബൈ ഭീകരാക്രമണം അത് ഈ ഛത്രപതി ശിവാജി ടെർമിനസ് അടക്കമുള്ളവ ലക്ഷ്യം വെച്ചിരുന്നുവെന്നും തഹാവൂർ റാണ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാൻ്റെ പങ്ക് തുറന്നു കാട്ടുന്നതാണ് തഹാവൂർ റാണ ഇപ്പോൾ മുംബൈ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴികൾ. നേരത്തെ NIA ചോദ്യം ചെയ്യലിലും സമാനമായ മൊഴികൾ തഹാവൂർ റാണ നൽകിയിരുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യലിലാണ് തഹാവൂർ റാണ ഇതെല്ലാം തന്നെ ആവർത്തിച്ചത്. തുടർന്ന് വ്യക്തമായ തെളിവുകൾ കൂടി ലഭിച്ച അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയും ഒപ്പം തന്നെ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുവാൻ വേണ്ടിയുമാണ് മുംബൈ പോലീസ് ഒരുങ്ങുന്നത്. രോഹിണി. ശരി, നന്ദനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികളുടെ കെട്ടിടം ഏത് നിമിഷവും നിലം പൊത്താവുന്ന നിലയിൽ.
പൊളിക്കാൻ ഉത്തരവിട്ടിട്ട് 1 വർഷത്തോളമായിട്ടും സമീപത്തുണ്ടായിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുക മാത്രമാണ് ഉണ്ടായത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുമാണ്. സർക്കാർ ആശുപത്രികളിലെ സേഫ്റ്റി ഓഡിറ്റും ഫിറ്റ്നസ് പരിശോധനയും തികച്ചും പ്രഹസനമാണെന്ന് തെളിയിക്കുന്ന കുറെ കാഴ്ചകളും നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിഞ്ഞു. SP ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, വലിയ ദുരിതം തന്നെയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ പേറുന്നത് എന്നും അവർ കിടക്കുന്ന ആ കെട്ടിടം ഏത് നിമിഷവും നിലം പൊത്താവുന്ന സാഹചര്യമാണോ നിലനിൽക്കുന്നത്? നേരത്തെ തന്നെ 1 വർഷം മുൻപേ ഇത് പൊളിക്കാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകൾ വരുമ്പോൾ വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാകുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം അവിടുത്തെ? രോഹിണി പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആശുപത്രികളിലൊന്നാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി എന്ന് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള അധികൃതർ എപ്പോഴും വീമ്പ് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും തകരാറിലാണ്, അല്ലെങ്കിൽ എല്ലാം വെറും പൊളിയാണ്, അല്ലെങ്കിൽ പൊള്ളയായ കാര്യമാണെന്ന് തിരിച്ചറിയുന്ന കാര്യങ്ങളാണ് കുറച്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആകട്ടെ, ഇപ്പോൾ ഇതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ കുറച്ച് മുൻപ് ആ ദൃശ്യങ്ങളിൽ കാണുകയുണ്ടായി. നിരവധി കെട്ടിടങ്ങളാണ് ആ ഒരു വാർഡ് 9ാം വാർഡിലെ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു വീഴാറായ ഒരു അവസ്ഥയിലാണുള്ളത്. നമുക്ക് മുൻപ് ഈ ഗേറ്റിനപ്പുറം കടക്കാനുള്ളൊരു അനുവാദം ഉണ്ടായിരുന്നു. എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗേറ്റ് കടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു ഗേറ്റിൽ ഒരുപാട് ഒന്നിലധികം മുൻപ് 2 or 3 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 5ഉം 6ഉം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് ആ ഒരു ഗേറ്റിന്റെ സമീപത്തായിട്ട് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കയറി പോകാനുള്ളൊരു അവസ്ഥ, അല്ലെങ്കിൽ കയറി പോകാനുള്ളൊരു പെർമിഷൻ അവർ നൽകുന്നില്ല. കാരണം ഈ ഒരു സത്യാവസ്ഥകൾ എല്ലാം തന്നെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളൊരു പ്രശ്നമാണ് ഇവർക്കെല്ലാവർക്കും ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഇനിയും കൂടുതൽ ഭീതി ജനങ്ങളിലേക്ക് ഉണ്ടാക്കും. അതുപോലെ തന്നെ തങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും ആരും അറിയരുത് എന്നുള്ള അധികൃതരുടെ ഒരു കടുത്ത ഒരു വെല്ലുവിളി കൂടിയാണ് ഇപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, നിരവധി ബിൽഡിങ്ങുകളാണ് അവിടെ പൊളിയാറായിരിക്കുന്നത്. അതിൻ്റെ മേൽക്കൂരകൾ ഉൾപ്പെടെയുള്ളവ പൊളിഞ്ഞ് നീക്കിയ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി, ഇവിടെ നിൽക്കുന്ന ഈ സെക്യൂരിറ്റികൾ ആരും തന്നെ ക്യാമറയോ അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ ആരെയും ഉള്ളിലേക്ക് കയറ്റിവിടുന്ന ഒരു അവസ്ഥയിലല്ല. കാരണം ആരും തന്നെ ഇനി ആ ഒരു അധികൃതർ എന്താണോ മൂടാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യം ഇനി ഒരു ജനങ്ങളും അറിയരുത് എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ് ഈ അധികൃതർ ഇപ്പോൾ നിൽക്കുന്നത്. ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയെല്ലാം തന്നെ പൊളിച്ച് നീക്കുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയും അതുപോലുള്ള മറ്റ് ആശുപത്രികളും നിൽക്കുന്നത്. നിരവധി ആൾക്കാരാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. നമുക്കറിയാൻ സാധിക്കും, ഒത്തിരി പേരാണ് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ജനറൽ ആശുപത്രിയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും എത്തിച്ചേരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആളുകളെല്ലാം തന്നെ ക്യൂവിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ നിൽക്കുകയാണ്. OPകളും അതുപോലെ തന്നെ വാർഡുകളിലെല്ലാം തന്നെ നിരവധി ആൾക്കാരാണുള്ളത്. ഈ ആളുകളെല്ലാം തന്നെ തറയിലും ഒക്കെ തന്നെ കിടക്കുന്ന ഒരു സ്ഥിതി ഇടയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ബെഡുകളെല്ലാം തന്നെ പുതിയൊരു കെട്ടിടം നിർമ്മിക്കാനുള്ളൊരു പെർമിഷൻ 1 വർഷം മുൻപ് ഏപ്രിലിൽ നൽകിയൊരു പെർമിഷനാണ്. ആ ഒരു പെർമിഷൻ നൽകി ഇത്രയും 1 വർഷമായിട്ട് കൂടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതല്ലാണ്ട് യാതൊരു വിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഇടമാണ് ഈ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ജനറൽ ആശുപത്രി എന്ന് പറയുന്നതൊക്കെ തന്നെ. ചേട്ടാ, ഇവിടെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ? വൈഫാണ്. എങ്ങനെയുണ്ട് ചേട്ടാ ജനറൽ ഹോസ്പിറ്റൽ? ഇപ്പോൾ ഇവിടുത്തെ ലാബ് ടെസ്റ്റിംഗ് മാത്രമേ കഷ്ടമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. അവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വീഴാറായെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കണ്ടായിരുന്നോ? നമ്മുടെ കിടക്കുന്നിടത്ത് കുഴപ്പമില്ല. നിങ്ങൾ കിടക്കുന്നിടത്ത് ബെഡൊക്കെ എങ്ങനെയാണ്? ആവറേജ് കണ്ടീഷനാണ്. അപ്പൊ സാധാരണക്കാർ ആശ്രയിക്കുന്ന ജനറൽ ഹോസ്പിറ്റലല്ലേ? അപ്പൊ ആ ജനറൽ ഹോസ്പിറ്റലിന്റെ അവസ്ഥ എങ്ങനെയാണ്? ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്ന പോലെ ടോപ്പ് മോസ്റ്റ് ആയിരിക്കുമോ ജനറൽ ഹോസ്പിറ്റൽ എപ്പോഴും? അത്ര മെച്ചമല്ല, മോശമല്ല. എന്തായാലും മെച്ചവുമല്ല മോശവുമല്ല. അപ്പൊ ചേട്ടൻ പറയുന്നത് നിങ്ങളോടല്ല ചോദിക്കേണ്ടത്, അധികൃതരോട് ചോദിക്കണം. അധികൃതരോടല്ല, നിങ്ങൾക്ക് ഇവിടെ എന്തിനാണ് ഡൗട്ട് അവിടെ പോയി നോക്കണം, അല്ല ജനങ്ങളെ റോട്ടിൽ പിടിച്ച് ചേട്ടനപ്പോ ഒന്നും പറയാനില്ല ഈ ഒരു അവസ്ഥയെ കുറിച്ച്? എന്ത് അവസ്ഥ? സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ ചെയ്യും,
നിങ്ങൾ അതിലിട്ട് കിണ്ടി ജനം നോക്കിക്കൊണ്ട് നടക്കണതാ. തീർച്ചയായിട്ടും മാധ്യമങ്ങളാണ് ഇതിനെ വലിയൊരു വാർത്തയാക്കുന്നതെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. പക്ഷേ എന്നാലും ഇവിടുത്തെ അവസ്ഥകളെല്ലാം തന്നെ വളരെ കഷ്ടമാണെന്ന് കൂടി പറയുന്ന കുറച്ച് ആളുകൾ ഉണ്ട്. അവർ ഏറ്റവും കൂടുതൽ അധികൃതർ ഏറ്റവും കൂടുതൽ അനാസ്ഥ കാണിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നിരവധി ബെഡുകളിൽ ആളുകൾ കൂടുതലാണ്. മെഡിക്കൽ കോളേജ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് പേരൊക്കെയാണ് ഒരു ബെഡിൽ തന്നെ ഉണ്ടാകുന്നത്. ഈ ഒരു സ്ഥിതിയിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ ജനറൽ ആശുപത്രികളിലും ഇങ്ങനൊരു സ്ഥിതിയോട് കൂടിയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മ ഇവിടെ വയ്യാണ്ട് വന്നതാണോ? അപ്പോൾ ഇവിടെ എങ്ങനെയാ ജനറൽ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഇന്ന് വന്നതാണോ? അല്ല, 5-6 പ്രാവശ്യമായി. എങ്ങനെയാ ജനറൽ ഹോസ്പിറ്റലിലെ? കുഴപ്പമില്ലല്ലോ. എങ്ങനെയാ ബെഡുകളൊക്കെ എങ്ങനെയാ നല്ല വൃത്തിയൊക്കെ ഉള്ളതാണോ? എല്ലാവരും തന്നെ എന്താണ് പറയണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി അധികൃതർ ഇതുവരെയും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. 1 വർഷം മുൻപാണ് ആ ഒരു കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള ഉത്തരവ് വന്നത്. എന്നിട്ടും ആ ഉത്തരവിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ അതിന്റെ ചുറ്റുമുള്ള മരങ്ങൾ മാത്രമാണ് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ എല്ലാവരും തന്നെ സാധാരണ ജനങ്ങൾ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്പർ 1 ആരോഗ്യ ആശുപത്രി എന്ന് പറഞ്ഞ് അധികൃതരും ആരോഗ്യമന്ത്രിയും ഒക്കെ തന്നെ പറയുന്ന ഒരു ആശുപത്രിയിലാണ് ഇതുപോലുള്ള ഒരു കെടുകാര്യസ്ഥത ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രോഹിണി. ശരി ശ്രീനന്ദ, എന്തായാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കെട്ടിടങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് ശ്രീനന്ദ ഇപ്പോൾ വിശദീകരിച്ചത്. പക്ഷേ പല രോഗികളും അത് തുറന്നു പറയാൻ ഭയപ്പെടുന്നു. സ്വാഭാവികമായും അവർക്കൊരു പക്ഷേ അത്തരത്തിൽ മാത്രമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമുക്ക് മുന്നിലുള്ള ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഏത് നിമിഷവും നിലം പൊത്താവുന്ന തരത്തിൽ തന്നെയാണ് ആ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല 1 വർഷം മുൻപേ പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൽ പല കെട്ടിടങ്ങളും. അതിലൊക്കെ ഇപ്പോഴും ഈ കിടപ്പ് രോഗികൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യം. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കണം. മറ്റൊരു ദുരന്തത്തിന് ഇതൊന്നും വഴിവെക്കരുത് എന്ന പ്രാർത്ഥനയോടെ കഴിയുകയാണ് കേരള ജനത എന്നുള്ളത് തന്നെയാണ്. ശ്രീനന്ദയാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിപ്പ ബാധിച്ച പാലക്കാട് തച്ചനാട്ടുകര സ്വദേശി 38-കാരി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. അതേസമയം പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷനിലുള്ള 3 പേരുടെ കൂടി സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ്പ ബാധിച്ച 38-കാരിയുടെ സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയ മുഴുവൻ പേരുടെയും സാമ്പിൾ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അത് ഒരല്പം ആശ്വാസകരമായ വാർത്തയാണ് അല്ലേ? നിപ്പ ബാധിച്ച പാലക്കാട് സ്വദേശിനിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നിപ്പ ബാധിച്ച പാലക്കാട്ടെ നട്ടുകൽ സ്വദേശിയായ 38-കാരുടെ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും സാമ്പിൾ പരിശോധന സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 6-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെയും കൂട്ടിരിപ്പുകാരുടെയും പരിശോധനാ ഫലം എടുത്തത്. അതിൽ നെഗറ്റീവാണ്. ഇത് കൂടാതെ തന്നെ ഈ 38-കാരുടെ സമ്പർക്ക പട്ടികയിലെ മുഴുവൻ പേരുടെയും സാമ്പിൾ പരിശോധന പൂർത്തിയായിരിക്കുന്നു. അതിലെല്ലാം നെഗറ്റീവാണ് എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും അത്തരത്തിൽ ഈ 38-കാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എല്ലാം സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിലും മറ്റൊരു കാര്യം ആശങ്കയോടെ തുടരുന്നത് ഈ നിപ്പ ബാധിച്ച നാട്ടുകൽ സ്വദേശിയായ 38-കാരിയുടെ അവസ്ഥ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള അന്വേഷണവും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വേറൊരു ക്ലിനിക്കിൽ പോയിരുന്നു. ആ ക്ലിനിക്കിലാണ് ഈ ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തി അവിടെ എത്തിയത്. ആദ്യം അവിടുത്തെ ചികിത്സിച്ച ആളുകളുടെയൊക്കെ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിലൊന്നും ഇയാളുടെ പേര് കണ്ടിരുന്നില്ല. പിന്നീട് CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചപ്പോഴാണ് അതിൽ ഈ ഇത്തരത്തിലൊരു വ്യക്തി വന്നു പോയതായിട്ട് മനസ്സിലായത്. ഇദ്ദേഹം പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ഏതായാലും വ്യക്തിക്കായിട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ്. അതേസമയം ഈ യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ എണ്ണത്തിൽ ചെറിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ 173 അതിപ്പോൾ 208 പേരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിപ്പയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ട് തുടരുന്ന ഒരു സാഹചര്യവുമാണ്. ആരോഗ്യ പ്രവർത്തകർ 2921 ഗൃഹസന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ മാനസികാരോഗ്യ വിഭാഗമാണെങ്കിൽ ഇതുവരെ 171 പേർക്ക് ടെലിഫോണിലൂടെ കൗൺസിലിംഗ് സേവനം നൽകിയിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലിലേക്ക് 36 കോളുകൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പാലക്കാട് എത്തി അവലോകന യോഗമൊക്കെ നടത്തിയിരുന്നു. അതിൽ
ഈ നിപ്പയുടെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കൂടെ കടക്കുന്നുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം കൂടെ തേടിയിട്ടുണ്ട്. കേന്ദ്ര സംഘവും ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും. കൂടുതൽ പരിശോധനകൾ ഈ നിപ്പയുടെ ഉറവിടം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും പാലക്കാടും മലപ്പുറത്തും കോഴിക്കോടും കേന്ദ്രീകരിച്ച് നടക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും ഈ യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രഥമ പരിശോധനാ ഫലം നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് നൽകാനുള്ള വിവരം. ശരി, എന്തായാലും അത് ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. നിപ്പ ബാധിച്ച പാലക്കാട്ടുകാരിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലം, സാമ്പിൾ പരിശോധനാ ഫലമെല്ലാം നെഗറ്റീവാണ് എന്നുള്ളത്. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്. COVID-19 വാക്സിനുകളും പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതങ്ങളും തമ്മിൽ ബന്ധമില്ലെന്ന് കർണാടക വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് അടുത്തിടെയുണ്ടായ ഹൃദയാഘാത മരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ഹൃദയാഘാതത്തിന് പിന്നിൽ ജനിതകപരമായും ജീവിതശൈലിയുമായും ബന്ധപ്പെട്ടും നിരവധി കാരണങ്ങളുണ്ട്. പഠനം നടത്തിയ മിക്കവരിലും പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവയുണ്ടെന്നും ഇതാണ് ഹൃദയാഘാതത്തിന് കാരണമായതെന്നും പഠനം പറയുന്നു. COVID-19 വാക്സിനും ഹൃദയാഘാതവും തമ്മിൽ ബന്ധമില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന കേന്ദ്രാരോഗ്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് കർണാടക വിദഗ്ധ സമിതിയുടെ പഠനം. പത്തനംതിട്ട കോന്നി പാറമട അപകടം വിശദമായ രീതിയിൽ പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. ഇനി കണ്ടെത്താനുള്ള ബീഹാർ സ്വദേശിക്കായി ഫയർഫോഴ്സും NDRF സംഘവും തിരച്ചിൽ നടത്തും. പാറക്വാറിക്ക് 2026 വരെ പെർമിറ്റ് ഉണ്ടെന്നാണ് പ്രാഥമികമായി ലഭിച്ച റിപ്പോർട്ട്. ജിയോളജി വകുപ്പിനോട് കൂടുതലായി പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. റിപ്പോർട്ട് പ്രകാരം ജിയോളജി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2026 ഫെബ്രുവരി മാസം വരെ കോറിക്ക് പെർമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രിലിമിനറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. കോറിക്കെതിരെയുള്ള പരാതികൾ ഈ കോറിക്കെതിരെ കോറി ഹിയറിംഗ് നടക്കുന്ന വേറൊരു സമയത്ത് ഹിയറിംഗ് നടക്കുന്ന സമയത്ത് കുറച്ച് പരാതികൾ ആളുകൾ നാട്ടുകാർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ ഈ കോറിയിലെ പെർമിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കോറി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റിപ്പോർട്ട് പറഞ്ഞ പ്രകാരം ഈ കോറിയിൽ നിന്നും വെള്ളം ഒരു പൊല്യൂട്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്നാണ് അന്ന് റിപ്പോർട്ട് വന്നത്. കേരള തീരത്തിനടുത്ത് മുങ്ങിയ MSC എൽസ 3 അപായകരമായ 13 കണ്ടെയ്നറുകളുടെ രേഖകൾ പരിശോധിക്കുകയാണെന്ന് DG ഷിപ്പിംഗ്. 13 കണ്ടെയ്നറുകൾക്ക് അപായകരമായ ചരക്കുകളെ സൂചിപ്പിക്കുന്ന MDG കോഡ് ഉണ്ടെന്ന് കപ്പൽ കമ്പനി അറിയിച്ചതിനെ തുടർന്നാണ് പരിശോധന. അതേസമയം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 തീ നിയന്ത്രണ വിധേയമായതായി രക്ഷാ ദൗത്യ സംഘം അറിയിച്ചു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കേരള തീരത്തിനടുത്ത് മുങ്ങിയ MSC എൽസ 3 അപായകരമായ 13 കണ്ടെയ്നറുകൾ കണ്ടെത്താനുള്ള പരിശോധന നടക്കുകയാണ് എന്ന് തന്നെയാണോ DG ഷിപ്പിംഗ് വ്യക്തമാക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ വാൻഹായ് 503 തീ നിയന്ത്രണ വിധേയമായതായി രക്ഷാ ദൗത്യ സംഘം അറിയിച്ചിട്ടുമുണ്ടല്ലോ, വിവരങ്ങൾ. കേരള തീരത്തിനടുത്ത് മുങ്ങിയ ലൈബീരിയൻ ചരക്കപ്പൽ MSCയിലെ 13 കണ്ടെയ്നറുകൾക്ക് അപായകരമായ ചരക്കുകളെ സൂചിപ്പിക്കുന്ന IMDG കോഡ് ഉണ്ടെന്ന MSC കമ്പനി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന. ഇതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് ആരോപണങ്ങളെക്കുറിച്ച് നിയമപരമായ അവലോകനം നടക്കുന്നുണ്ടെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ചരക്കുകളിലെ ബില്ലുകൾ, പാക്കേജിംഗ് രേഖകൾ എന്നിവയും വിശദമായി തന്നെ പരിശോധിക്കും. അതേസമയമാണ് മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലിയും അടുത്ത ഘട്ടം ഇനിയും വൈകുമെന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്തത്. പുതിയ കരാറുകാരായ സ്മിത്ത് സാൽവേജ് ഇതിനായുള്ള ഉപകരണങ്ങൾ ഓഗസ്റ്റ് 1 എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കണ്ടെയ്നറുകൾ മീൻവലകൾക്ക് കേടുവരുത്തിയെന്ന മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ സംബന്ധിച്ച് വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. കപ്പലിന്റെ പരിസരത്ത് എണ്ണച്ചോർച്ചയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലെന്ന് നിലവിൽ അധികൃതർ അറിയിക്കുന്നു. അതേസമയം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിൽ തീ നിയന്ത്രണ വിധേയമായതായി രക്ഷാ ദൗത്യ സംഘം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ പുക ഉയരുന്നുണ്ട്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന് പുറത്താണ് നിലവിൽ വാൻഹായ് കപ്പൽ ഉള്ളത് എന്നതിന്റെ വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ പുറത്തുവിട്ടുള്ളത്. കപ്പലിന്റെ ചില ഭാഗങ്ങൾ ചുട്ടുപഴുത്തിരിക്കുന്നതിനാൽ അഗ്നിരക്ഷാ സംഘത്തിന് നിലവിൽ അവിടെ പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. എഞ്ചിൻ റൂമിൽ വെള്ളം ഭൂരിഭാഗവും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി ജിജീഷ്, വ്യക്തമാണ്.
സ്കൂൾ പാഠപുസ്തകങ്ങളിലെ രാഷ്ട്രീയ കളിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ABVP 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ കൂട്ടിച്ചേർക്കലുകൾ സർക്കാർ ഇംഗിതത്തിനനുസരിച്ചാകരുതെന്നും ABVP അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണെന്നും വിമർശനം. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, എന്തായാലും ഈ സ്കൂൾ പാഠപുസ്തകങ്ങളിലെ രാഷ്ട്രീയ കളിയിൽ ABVP ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ ഉയർത്താൻ തന്നെയാണ് സാധ്യതയല്ലേ? കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ABVPയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിൽ കണക്കിലെടുത്തു തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി കരിക്കുലം തയ്യാറാക്കിയ 10ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് റിസോർട്ട് രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇലക്ട്രിക് ബോണ്ട് അടക്കമുള്ള രാഷ്ട്രീയ ഭാഗങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്താനുള്ള ഒരു തീരുമാനം പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തീരുമാനമെടുത്തിരിക്കുന്നത്. വെറും രാഷ്ട്രീയമായ അജണ്ടയോടുകൂടി തന്നെയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ചില വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കൂ എന്ന ഉദ്ദേശത്തോടു കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ തീരുമാനമെടുത്തത്. ഇതിനെയാണ് ഇപ്പോൾ ABVP ചോദ്യം ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ സമരമടക്കം തീരുമാനിക്കാൻ അല്ലെങ്കിൽ സമരമടക്കം ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് ABVPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചരിത്രവും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളുമെല്ലാം തന്നെ വിദ്യാർത്ഥികളിൽ പഠിപ്പിക്കേണ്ടതിന് പകരം സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യം മാത്രം വിദ്യാർത്ഥികളിൽ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നതാണ് ABVP പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഈ നീക്കത്തിനെതിരെ വലിയ സമരവുമായി മുന്നോട്ട് പോകാനാണ് ABVP നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. രോഹിണി. ശരി അഖിൽ. സ്കൂൾ പാഠപുസ്തകങ്ങളിലെ രാഷ്ട്രീയ കളിയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ABVP. 10ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ കൂട്ടിച്ചേർക്കലുകൾ സർക്കാർ ഇംഗിതത്തിന് അനുസരിച്ചാകരുതെന്നും ABVP അഭിപ്രായപ്പെട്ടു. അഖിൽ പാലൂട്ടുമഠമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. Thank you.